ഹലോ, എല്ലാരും സുഖമായിട്ടിരിക്കുന്നോ? ഞായറാഴ്ച എല്ലാരും പള്ളിയിൽ പോയോ? അച്ഛൻ വന്നില്ല, അതുകൊണ്ട് നമുക്ക് മിണ്ടാം. സാലിക്കൊച്ചമ്മ സുഖമായിട്ടിരിക്കുന്നു. ഇത് ജോളി ഹ്യൂസ്റ്റണിൽ നിന്ന്. നമ്മുടെ പരീക്ഷയ്ക്ക് ഫസ്റ്റ് വാങ്ങിച്ച ആള് പണ്ടല്ലേ? ഈ വർഷമല്ല, കഴിഞ്ഞ അതാ കഴിഞ്ഞ വർഷം പണ്ടെന്ന് ഞാൻ പറഞ്ഞേ. പണ്ടത്തെ ഐസക്കച്ചന്റെ പള്ളിയല്ലായിരുന്നു, അല്ല സെന്റ് തോമസ് ആയിരുന്നു അല്ലയോ? ഷീജയില്ലേ, ഷീജയുടെ പള്ളി. ജോളി എന്ന് ഓർക്കുന്നു. എല്ലാരും ഫോട്ടോ തെളിഞ്ഞു വന്നല്ലോ, അതുകൊണ്ട് എളുപ്പം മനസ്സിലായി. എന്തുകൊണ്ട് സുഖമായിട്ടിരിക്കുന്നു? സുഖമായിട്ടിരിക്കുന്നു, പള്ളിയിൽ നിന്നൊക്കെ വന്ന്. ഇവിടെ അല്ല, ഞാൻ പറഞ്ഞു, ഇവിടെ കൊടുങ്കാറ്റ് ഈ ബെറിലൊക്കെ ആണോ എന്നിട്ട് മഴയായിട്ട് നിക്കുകയായിപ്പം. ഓക്കെ. അച്ഛൻ വന്നില്ല, അതുകൊണ്ട് നമുക്കൊന്നും വേണ്ടാന്ന് ഞാൻ വിചാരിച്ചെന്നുള്ളതേ ഉള്ളൂ. ഓക്കെ മോളെ, എന്നാ നടക്കട്ടെ. ഓക്കെ മോളെ. ഞാൻ ഹോസ്റ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ. ഇന്ന് അലക്സ നേരത്തെ ഞങ്ങളെല്ലാം റെഡി ആക്കിയതുകൊണ്ട് അച്ഛനെ കാണുന്നില്ലല്ലോ. ഇപ്പൊ വരും. അച്ഛനെ വേറൊരു വീട്ടിൽ നിന്ന് കയറുവാന്ന് പറഞ്ഞു. അച്ഛൻ ജസ്റ്റ് ഒരു മിനിറ്റില് ടി വി ലോഗിൻ. അലക്സ സുഖമായിട്ടിരിക്കുന്നേ? ഓ ദൈവകൃപ, കുഴപ്പമൊന്നുമില്ല. ഞാനിപ്പോ അവിടെ ഇല്ല, ഞാനിപ്പോ ന്യൂയോർക്കിലാ. ഞാൻ അടുത്ത ആഴ്ച വരും. ഓക്കെ മോനെ. അലക്സ സ്ക്രീൻ കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. Are trying to wrap up their beach vacations in an area that has so many hotels and so many families here for this holiday weekend. They go ahead and got out of town at the
ബാറയ്ക്കുമോർ പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി ആദ്യം മുതൽ എന്നേക്കും തന്നെ ആമേൻ. അച്ഛൻ തിരിച്ചു വരും. അച്ഛൻ എനിക്ക് ലോഗിൻ ചെയ്തിട്ട് ലോഗൗട്ട് ചെയ്ത് ലോഗിൻ ചെയ്യാനായിരിക്കും. കേൾക്കാനായിട്ട് പറ്റുന്നുണ്ടോ? മലയാളം. Can you do that? Yeah, I can. നമ്മുടെ മൂന്നാമത്തെ യൂണിറ്റിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. Can you hear me? Yeah, I'm just making sure. Yes, Acha. Okay, thanks. മൂന്നാമത്തെ യൂണിറ്റിലെ പീഡനങ്ങൾക്കും വേദവിപരീതങ്ങൾക്കും എതിരായി പൗലോസിന്റെ ലേഖനങ്ങളിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ് സൂചിപ്പിക്കുന്നത്. പൗലോസിന്റെ ലേഖനങ്ങളെ കുറിച്ച് പൊതുവായിട്ടും അതിൻ്റെ മുഖ്യ ചിന്താധാരകളെ കുറിച്ചും ഒക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി പുതിയ നിയമത്തിലെ മറ്റ് കൃതികളെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. അത് രൂപം കൊണ്ട സാഹചര്യം കണക്കിലെടുത്ത് രണ്ട് വിഭാഗങ്ങളായിട്ട് അതിനെ തിരിക്കാൻ പറ്റും. ഒന്ന്, പീഡനങ്ങളുടെ സാഹചര്യത്തിൽ എഴുതപ്പെട്ടതോ, റിട്ടൺ ദ ടൈം ഓഫ് പെർസിക്യൂഷൻ എന്നതാണ്. രണ്ട്, വേദവിപരീതങ്ങളുടെ സാഹചര്യത്തിൽ എഴുതപ്പെട്ടോ എന്ന് പറഞ്ഞാല് ഹെറിസീസ് ധാരാളം ഉണ്ടായി ആ സമയത്ത് എഴുതപ്പെട്ട. പെർസിക്യൂഷന്റെ ടൈമിൽ എഴുതപ്പെട്ടതാണ് ഹീബ്രൂസ്, പീറ്റർ, റെവലേഷൻസ് എന്നിവ. ബാക്കി ഹെറിസീസ് ഉണ്ടായ സമയത്താണ് സെക്കൻഡ് പീറ്റർ, ജൂഡ്, എപ്പിസിൽസ് ഓഫ് സെയിന്റ് ജോൺ എന്നിവ. ഇനിയും പീഡനത്തിന്റെ പശ്ചാത്തലത്തിൽ എഴുതപ്പെട്ട രണ്ട് കൃതികളെ പറ്റിയാണ് നമ്മൾ കാണാൻ പോകുന്നത്. എബ്രായ ലേഖനം, പത്രോസിന്റെ ലേഖനവും കാണാനായിട്ട് പോവാണ്. ഒന്നാമത്തെ പാഠം എബ്രായ ലേഖനം എന്നുള്ളത്. അതിൽ പറയുന്നത് ക്രിസ്തു നമ്മുടെ മഹാപുരോഹിതൻ
അതാരെഴുതി, അതെഴുതാനുള്ള സാഹചര്യം എന്ത്, മുഖ്യ സന്ദേശം എന്താണ്, ക്രിസ്തു സകലരും ഉന്നതനാണ്, നിത്യനായ മഹാപുരോഹിതനാണ്, ഇങ്ങനെ ഉള്ള വിശദീകരണങ്ങൾ നൽകുന്നത്. അപ്പം ആരെഴുതി എന്നുള്ളത്, ഗ്രന്ഥകർത്താവ് ആര് എന്നുള്ളതിന് അതിന്റെ വിശദീകരണങ്ങളൊക്കെ നമ്മൾ അവിടെ ഇത്തിരി വായിക്കുന്നുണ്ടെങ്കിലും അതിന്റെ ചുരുക്കത്തിൽ പറഞ്ഞാല് പൗലോസാണോ അത് എഴുതിയത് എന്നുള്ളതിൽ സംശയമുണ്ട്. ഒരു അനോണിമസ് ഓതറാണ്, പക്ഷെ ദാറ്റ് ഈസ് അട്രിബ്യൂട്ടഡ് ടു സെയിന്റ് പോൾ എന്നുള്ളതാണ് അതിന്റെ ഒരു ചുരുക്കം. വായ് എന്നുള്ളതിനാണ് ഒരു 6 കാര്യങ്ങൾ അവിടെ കൊടുത്തിരിക്കുന്നത്. ഇനിയും അത് ഏത് സാഹചര്യത്തിൽ ആണ് എഴുതപ്പെട്ടത്, എന്തായിരുന്നു അത് എഴുതിയതിന്റെ ലക്ഷ്യം എന്നുള്ളതാണ് അടുത്ത് നമ്മൾ കാണും. പീഡനത്തിന്റെ കാലഘട്ടത്തിൽ എഴുതപ്പെട്ട ഒരു കൃതി എന്ന് നമ്മൾ കണ്ടു. ഈ എബ്രായ ലേഖനത്തിന്റെ ആന്തരികമായ തെളിവുകൾ, അതിന്റെ ഇന്റേണൽ എവിഡൻസസിൽ അത് കാണുന്നുണ്ട്. കഷ്ടങ്ങളിൽ വളരെ പോരാട്ടം കഴിച്ച് ചിലപ്പോൾ പീഡകളാലും നിന്ദകളാലും കൂത്തുകാഴ്ചയെ ഭവിക്കേണ്ടതായിട്ടും വന്നിട്ടുണ്ടെന്ന് എബ്രായർ ചാപ്റ്റർ 10 വേഴ്സ് നമ്പർ 33 and 34 നമ്മൾ വായിക്കുന്നു. എങ്കിലും രക്തം ചീന്തേണ്ടതായിട്ട് വന്നിട്ടില്ല. ഈവൻ ദോ ദേ were gone through. Congratulations, Divya Chechi. Divya Chechi, congratulations. Our congratulations as well. രക്തം ചിന്തി സാക്ഷ്യം വഹിക്കേണ്ട സാഹചര്യം ഇതുവരെ വന്നിട്ടില്ല എന്ന് കാണുകയാണ്. അപ്പോ വലിയ പീഡനങ്ങളുണ്ടെങ്കിലും അവർക്ക് അവരെ ആരെയും അവിടെ കൊന്നിട്ടില്ല എന്ന് നമ്മൾ കാണുന്നു. അങ്ങനെയുള്ള ആ സാഹചര്യങ്ങളും ആണ്. അപ്പോൾ ഒരു പെർസിക്യൂഷന്റെ ഒരു പീക്ക് ടൈമിൽ ഒരു മാറ്റിടം എന്നുള്ളതിലേക്ക് പോകേണ്ടി വന്നില്ല. എങ്കിലും ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കുന്നു എന്നൊക്കെ പറയുന്ന പോലുള്ള ഒരു പീഡനത്തിന്റെ സാഹചര്യത്തിലാണ് എഴുതപ്പെട്ടത്. ഇനി എന്താണ് അതിന്റെ ലക്ഷ്യം എന്നുള്ളതും നമ്മൾ കാണുന്നുണ്ട്. എന്താണ് ലക്ഷ്യം എഴുതപ്പെട്ടത്? യഹൂദ മതം റോമ ഗവൺമെന്റ് അംഗീകരിച്ച ഒരു മതമായിരുന്നു. ക്രിസ്തു മതം അങ്ങനെയല്ലായിരുന്നു. അംഗീകരിക്കപ്പെടാത്ത മതത്തെ പീഡിപ്പിക്കുമ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെടാൻ യഹൂദ മതത്തിലേക്ക് ഒഴുകിപ്പോകുന്ന സാഹചര്യം അവിടെ ഒരുപക്ഷെ ഉണ്ടായി കാണണം. അതിനെതിരെയാണ് ഇതിലെ വാദമുഖങ്ങൾ വിദഗ്ധമായിട്ട് അണിനിരത്തിയിട്ടുള്ളത്. അതായത് those who came to Christianity, there was a tendency to go back to Jewish religion. അപ്പൊ അതിനെതിരെയാണ് അതിന്റെ പ്രധാന എയിം എന്നുള്ളതാണ്. പിന്നെ ദൈവപുത്രനായ ക്രിസ്തു സകലരിലും ഉന്നതനാണ്. ഒരു യുണീക്ക് ക്രിസ്റ്റോളജിയാണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. ക്രിസ്തു ദൈവപുത്രനാണ് എന്ന് തന്നെ പറയുക. പുത്രൻ എന്ന നിലയിൽ സകലത്തിലെ അവകാശിയാണ്. മാലാഖമാർ അദ്ദേഹത്തെ ആരാധിക്കുന്നു. മാലാഖമാർ പോലും അവനെ ആരാധിക്കുകയാണ്. അവൻ പാപമൊഴികെ സകലത്തിലും നമുക്ക് തുല്യനായി പരീക്ഷിക്കപ്പെട്ടവനാണ്. അപ്പൊ യേശു ക്രിസ്തുവിനെ അൾട്ടിമേറ്റ് യുണീക്ക് ആയിട്ടാണ് ഇതിനകത്ത് പ്രസന്റ് ചെയ്യുന്നത്. ഇവരെ എല്ലാവരേക്കാളും ക്രിസ്തു ഉന്നതനാകുന്നു എന്ന് വ്യക്തമാക്കിയിരിക്കുന്നു. ഹി ഈസ് എബോവ് എവരിവൺ ആൻഡ് എവരിത്തിങ് എന്നുള്ളതാണ് ഒരു സന്ദേശം. മാലാഖമാരെക്കാൾ ഉന്നതനാണ്, മോശയേക്കാൾ ഉന്നതനാണ് നമ്മൾ കാണും. പിന്നെ ക്രിസ്തു യഥാർത്ഥ മഹാപുരോഹിതൻ എന്നുള്ളത് അടുത്ത ഒരു സന്ദേശമാണ്. സത്യത്തിൽ ഈ വിഷയമാണ് ഈ എബ്രായ ലേഖനത്തിന്റെ പ്രധാന പ്രതിപാദ്യം. ക്രിസ്തു യഥാർത്ഥ മഹാപുരോഹിതൻ, ഹി ഈസ് ദ ഹൈ പ്രീസ്റ്റ് എന്നുള്ള ആശയം നമ്മൾ എബ്രായ ലേഖനത്തിൽ കാണും. കാരണം പുരോഹിതൻ ഉണ്ടായിരിക്കേണ്ട എല്ലാ ഗുണവും ഇതിനകത്തുണ്ട്. പുരോഹിതൻ എന്ന് പറയുന്നത് എ ബ്രിഡ്ജ് മേക്കർ എന്ന പുരോഹിതൻ എന്ന വാക്കിന്റെ അർത്ഥം. അപ്പം ദൈവവും മനുഷ്യനും തമ്മിൽ ഈ തിമോത്തിയോസിന് എഴുതിയ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നത് പോലെ തന്നെത്താൻ മറുവിലയായി കൊടുത്ത മനുഷ്യനായ ക്രിസ്തു യേശു തന്നെ. അപ്പം ലോകത്തിന്റെ പാപപരിഹാരത്തിന് വേണ്ടി ബലി അർപ്പകനും ബലി വസ്തുവും അവൻ തന്നെയായിരുന്നു. ഹി വാസ് ദ പ്രീസ്റ്റ്, ഹി ഈസ് ദ പ്രീസ്റ്റ് ആൻഡ് he was the sacrificial lamb as well. അപ്പം പ്രീസ്റ്റും സാക്രിഫൈസും എല്ലാം യേശു ക്രിസ്തു തന്നെയായിരുന്നു എന്നുള്ള ആശയത്തിൽ അങ്ങനെ മഹാപുരോഹിതൻ എന്ന് പറയുക. ലേവ്യ പൗരോഹിത്യത്തെക്കാൾ അത് ശ്രേഷ്ഠമാണ്.
എന്നിങ്ങനെയാണ് ഒന്നാമത്തെ അധ്യായത്തിൽ നമ്മൾ പഠിക്കുന്നത്. അതാണ് എബ്രായ ലേഖന പൊതുവായ സന്ദേശം. ഇനിയും അത് ആ പീഡനത്തിലുള്ളവർക്ക്, രക്തം ചിന്താതെയുള്ള പീഡനത്തിലുള്ളവർക്ക് യേശുക്രിസ്തു മഹാപുരോഹിതനാണ് എന്ന് പറഞ്ഞ് അവതരിപ്പിക്കുന്ന എബ്രായ ലേഖനം കണ്ടു കഴിഞ്ഞു. ഇനി അടുത്തത് പത്രോസ് നൽകുന്ന ഫസ്റ്റ് പീറ്റർ ആണ് പ്രധാനമായും. ഹൂ റൂട്ട് അതിന്റെ ഘടനയും ലക്ഷ്യവും എന്തൊക്കെയാണ്, അതിന്റെ സന്ദേശം എന്താണ്, ദൈവശാസ്ത്രപരമായതും പിന്നെ എത്തിക്കൽ, അതിന്റെ തിയോളജിക്കൽ ആൻഡ് എത്തിക്കൽ ലൈഫ്, ഇതെല്ലാം സൂചിപ്പിക്കുകയാണ് പത്രോസിന്റെ ഒന്നാം ലേഖനത്തിൽ. ആരാണ് ഇതെഴുതിയത്? അപ്പൊ പത്രോസിന്റെ ഒന്നാം ലേഖനവും എബ്രായ ലേഖനവും തമ്മിലുള്ള സാമ്യം നമ്മൾ കണ്ടു. ദേ റോഡ് അറ്റ് ദ ടൈം ഓഫ് പെർസിക്യൂഷൻ എന്നുള്ളതാണ്. ഇനിയും ആരാണ് ഇത് എഴുതിയത്? ലേഖനത്തിൽ കാണുന്ന യേശുക്രിസ്തുവിന്റെ അപ്പോസ്തലനായ പത്രോസ്, ക്രിസ്തുവിന്റെ കഷ്ടാനുഭവത്തിന് സാക്ഷി, ദൈവത്തിന്റെ ആട്ടിൻകൂട്ടത്തെ മേയ്പ്പാൻ ചുമതലയുള്ള ഒരു മൂപ്പൻ എന്നെല്ലാമാണ്. മാത്രമല്ല മർക്കോസ് ഒരു ആത്മീക മകനായി തന്റെ അടുക്കലുണ്ടെന്ന് പറയാം. അപ്പോ പത്രോസ് ആണ് എന്നുള്ള അവകാശവാദം അതിൽ നമ്മൾ കാണുന്നു. ഈ പരാമർശങ്ങൾ പന്തിരുവരിൽ ഒരുവനായ പത്രോസ് ലീഹായിലേക്ക് വിരൽ ചൂണ്ടുന്നു. ക്രിസ്തുവിന്റെ ആട്ടിൻകൂട്ടത്തെ മേയ്പ്പാൻ നിയോഗം പ്രാപിച്ചവനായിരുന്നല്ലോ അദ്ദേഹം. കർത്താവിന്റെ കഷ്ടാനുഭവങ്ങൾക്കും പുനരുത്ഥാനത്തിനും സാക്ഷിയും ആയിരുന്നു. അപ്പൊ ആ കാര്യങ്ങളെല്ലാം സത്യത്തിൽ അത് അവകാശപ്പെടുന്നു ലേഖനകർത്താവ്. അതുകൊണ്ട് പത്രോസ് തന്നെയാണ് ഇത് എഴുതിയത് എന്ന് വിശ്വസിക്കപ്പെടുന്നു. പക്ഷെ ഇതിനകത്തെ ഈ ഭയങ്കരമായിട്ടുള്ള ചില ഫിലോസഫികളും ഗ്രീക്കിന്റെ കാണുന്നുണ്ട്. റിയലി എ സ്കോളർ ഇൻ ഗ്രീക്ക് ലാംഗ്വേജ്. അത് പക്ഷേ നിങ്ങൾ ഫസ്റ്റ് പീറ്റർ 5:12 വായിക്കുവാണെങ്കിൽ സിൽവാനോസ് വഴിയായിട്ടാണ് ഇത് എഴുതപ്പെട്ടതെന്ന് ഇന്റേണൽ എവിഡൻസ് നമ്മൾ കാണുന്നുണ്ട്. ഇൻ ഫസ്റ്റ് പീറ്റർ 5:12 we can see that it was written through സിൽവാനോസ്. ഒരുപക്ഷെ പത്രോസിന്റെ സഹകാരിയായ സിൽവാനോസിനെ കൊണ്ട് പറഞ്ഞെഴുതിപ്പിച്ചതായിരിക്കാം. അപ്പൊ പത്രോസിന്റെ കാലഘട്ടത്തിലും അതിനുശേഷവും ഒക്കെ ആയിട്ട് സിൽവാനോസ് അതിനകത്ത് ഈ ലേഖനത്തിൽ താൻ എഴുതിയിട്ടുണ്ട് എന്നുള്ളത് വളരെ വ്യക്തമായതാണ്. പിന്നെ പീഡനത്തെ പറ്റിയുള്ള പരാമർശം നമ്മൾ കാണുന്നുണ്ട്. പീഡനങ്ങളെ കുറിച്ച് ഇതിനകത്ത് ധാരാളം പരാമർശങ്ങളുണ്ട്. ചാപ്റ്റർ 1, 6 and 7, 2:12, 19-20, ചാപ്റ്റർ 4, 12-16, ചാപ്റ്റർ 5, verse 10. ഇങ്ങനെ വ്യാപകമായ വിധത്തിൽ ഭരണാധിപന്മാരിൽ നിന്ന് ക്രിസ്ത്യാനികൾക്ക് നേരിട്ട പീഡനമാണ് ഇതിനകത്തെ ഇതിവൃത്തം. ഒരുപക്ഷെ നീറോയുടെ കാലഘട്ടത്തിൽ, പത്രോസ് നീറോ ചക്രവർത്തിയുടെ കാലഘട്ടത്തിലാണ് ജീവിച്ചിരുന്നത്, AD 64-68. അതിനുശേഷമാണ് ഡൊമീഷ്യൻ വരുന്നത്, 81-96, ട്രേജൻ 98-117. ഇങ്ങനെ അപ്പം ഏകദേശം ഒരു സാധ്യത നീറോയുടെ കാലഘട്ടത്തിൽ ആണ് ഇത്. നമുക്കറിയാം നീറോയുടെ കാലഘട്ടത്തിലാണ് പത്രോസ്, അത് വളരെ കൃത്യമാണ്. പക്ഷെ ഈ ലേഖനം അതിനുശേഷം ഡൊമീഷ്യന്റെയോ ട്രേജന്റെയോ കാലഘട്ടത്തിലാണ് എഴുതപ്പെട്ടത് എങ്കിൽ ഒരുപക്ഷെ പത്രോസിന് ശേഷവും അതിനകത്ത് ചില കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടതായിട്ട് വരും. അത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ പഠിക്കുന്നതുകൊണ്ടായി വിഷയങ്ങളൊക്കെ പഠിക്കുന്നത് കേട്ടോ. പിന്നീട് കാണുന്നത് ജെന്റൈൽ ക്രിസ്ത്യൻ ചർച്ച് എന്ന് കാണുന്നുണ്ട്. ഏഷ്യ മൈനറിലുള്ള പുറജാതി സഭ. അവിടെ പത്രോസിന് എന്തെങ്കിലും ബന്ധമുണ്ടായിരുന്നോ നമുക്കറിയാൻ പാടില്ല. അതിനാൽ അവിടെയുള്ള സഭകൾക്ക് അദ്ദേഹം എഴുതുന്ന നമ്മുടെ സാങ്കത്യം അവ്യക്തമാണ്. പിന്നെ ലേഖനത്തിൽ കാണുന്ന ദൈവശാസ്ത്രം, ഇഫ് യു കൺസിഡർ ദ തിയോളജി ഇൻ ദ എപ്പിസിൽ, സഭയുടെ ആദിമഘട്ടത്തിന്റെ പ്രതിനിധാനിയാണുള്ളത്. ഇൻഫന്റ് ചർച്ചിന്റെ നെഗറ്റീവ്സ് ഒക്കെ അതിനകത്തുള്ളത്. മാത്രമല്ല അപ്പോസ്തല പ്രവൃത്തികളിൽ പത്രോസിൻ്റെതായി നൽകിയിട്ടുള്ള പ്രസംഗങ്ങളും ഈ ലേഖനവുമായി താരതമ്യപ്പെടുത്തിയാൽ അവ തമ്മിൽ ആശയപരമായി വളരെ സാമ്യവും പൊരുത്തവും കാണാം. ഇതെല്ലാം തന്നെ പത്രോസിന്റെ ഗ്രന്ഥ കർത്തൃത്വത്തെ ഉറപ്പാക്കുന്നു. അപ്പൊ അതിന്റെ ഇന്റേണൽ എവിഡൻസും മറ്റ് പഠനങ്ങളും ഒക്കെ ചെയ്ത് ഹൗ പീറ്റർ ബിക്കെയിം ദി ഓഥർ ഓഫ് ദിസ് ബുക്ക് എപ്പിസിൽ എന്നുള്ളതാണ് ഇവിടെ ഒന്നാമത്തെ നമ്മളെ ചിന്ത. 2, അതിന്റെ ഘടനയും ലക്ഷ്യവും, അതിന്റെ എയിം എന്താണ്, ഒബ്ജക്റ്റീവ് എന്താണ് നോക്കുമ്പോൾ അതിന്റെ കണ്ടന്റ് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ വിശ്വാസികൾക്ക് നൽകുന്ന പ്രബോധനം മോറൽ എക്സോർട്ടേഷൻ ആണെന്ന് കാണാം. മാമോദിസയോടനുബന്ധിച്ച്
സ്നാനാർത്ഥികൾക്ക് നൽകിയിരുന്ന ആത്മീയവും ധാർമ്മികവുമായ പ്രബോധനങ്ങളുടെ സമാഹാരം. പിന്നീട് ലേഖനത്തിന്റെ ആദ്യ ഭാഗം ചാപ്റ്റർ നമ്പർ 1, 3, 2, 4, 11 അത് ധാർമ്മിക ഉപദേശങ്ങളാണ്. സെക്കൻഡ് പാർട്ട് ചാപ്റ്റർ 4 വേഴ്സ് 22 ടു ചാപ്റ്റർ 5 വേഴ്സ് 13 അതാണ് സെക്കൻഡ് പാർട്ട്. അവിടെ നമ്മൾ കാണുന്നത് പെർസിക്യൂഷനെ പറ്റിയുള്ള കാര്യം. ഒന്നാമത് മോറൽ എക്സ്പെക്ടേഷൻ ആണ് ഫസ്റ്റ് പാർട്ട്. സെക്കൻഡ് പെർസിക്യൂഷനെ പറ്റിയുള്ള കാര്യമാണ്. പക്ഷെ അവിടെ നമ്മൾ ദൈവസന്നിധിയിൽ ബലത്തോടുകൂടി നിൽക്കണമെന്നുള്ള ഒരു എക്സോട്ടേഷനാണ് നമ്മൾ കാണുന്നത്. പിന്നെ ഇതിന്റെ എന്താണ് ഇതിന്റെ മുഖ്യ സന്ദേശം എന്താണ്? വിശ്വാസികളുടെ ധാർമ്മിക ജീവിതത്തിന് ആവശ്യമായ ഉദ്ബോധനങ്ങളും അനുശാസനങ്ങളുമാണ് ഇതിൽ പ്രധാനമായിട്ടുള്ളതെന്ന് നമ്മൾ കണ്ടു. ഈ എഴുത്തുകാരൻ ധർമ്മ ഉപദേശങ്ങളെ ക്രിസ്തീയ ദൈവശാസ്ത്രവുമായി സമന്വയിപ്പിച്ച് അവതരിപ്പിക്കുന്നു. ക്രിസ്ത്യൻ ഡോക്ട്രിൻസ്, തിയോളജി, എത്തിക്സ് ഇതെല്ലാം ഇതിനകത്തുണ്ട്. അപ്പൊ മുഖ്യ സന്ദേശത്തെ പറ്റി പറയുമ്പോൾ അതിന്റെ ഒന്നാമത്തെ കാര്യം യേശുക്രിസ്തുവിനെ കുറിച്ച് ഉള്ള കാര്യങ്ങളാണ്, ദൈവശാസ്ത്ര സിദ്ധാന്തങ്ങളാണ്. അതിൽ തിയോളജിക്കൽ ഡോഗ്മാസിനെ പറ്റി പറയുമ്പോൾ യേശുക്രിസ്തുവിനെ കുറിച്ചാണ് പറയുന്നത്. ഫസ്റ്റ് വൺ ഈസ് റിലേറ്റഡ് ടു ജീസസ് ക്രൈസ്റ്റ്. അവൻ മുന്നേ ഉള്ളവനാണ്, പ്രവാചകന്മാർ കൂടെ അവന്റെ ആത്മാവ് സംസാരിച്ചു. അങ്ങനെ നിഷ്കളങ്കനാണ്, മനുഷ്യൻ എന്നതിൽ കഷ്ടതയും പരിഹാസവും സഹിച്ചവനാണ്. അതൊക്കെയാണ് അവിടെ കാണുന്നത്. പിന്നീട് ധർമ്മ ഉപദേശം, അഗെയിൻ മോറൽ ആൻഡ് എത്തിക്കൽ ടീച്ചിങ്സ്. അത് പറയുന്നത് രണ്ട് കാര്യങ്ങൾ പറയുന്നു. ഒന്ന്, കഷ്ടതയിൽ സ്ഥിരചിത്തരായി നിൽക്കുക എന്നുള്ളതാണ്. രണ്ട്, നന്മ പ്രവർത്തിക്കുക. അതാണ് രണ്ടാമത്തെ പാഠത്തിൽ. മൂന്നാം പാഠത്തിൽ നമ്മൾ കാണുന്നത് വേദവിപരീതങ്ങൾക്കെതിരായി ഇനിയും എന്താണ് against heresies. What are the epistles against heresies? In your introduction, in Second Peter and Jude, ഈ രണ്ട് ലേഖനങ്ങളാണ് ഇതിനകത്ത് പറയുന്നത്. പത്രോസിന്റെ 1-2 ലേഖനങ്ങൾ തമ്മിലുള്ള ബന്ധം, പത്രോസ് തന്നെ എഴുത്തുകാരൻ, എഴുതാനുള്ള സാഹചര്യം, ലക്ഷ്യം, യൂദായുടെ ലേഖനം. അതിനകത്ത് ഈ പത്രോസ് തന്നെ എഴുത്തുകാരൻ എന്ന് ചോദിക്കുന്നത് അബൌട്ട് സെക്കൻഡ് എപ്പിസിൽ കേട്ടോ. നമ്മൾ ഓൾറെഡി ഫസ്റ്റ് എപ്പിസിൽ കണ്ടു കഴിഞ്ഞാൽ കൺഫ്യൂസ്ഡ് ആകരുത്. സെക്കൻഡ് എപ്പിസിലിനെ പറ്റി ഇവിടെ പരാമർശം. പത്രോസിന്റെ 1-ാം ലേഖനവും 2-ാം ലേഖനവും തമ്മിലുള്ള വ്യത്യാസം എന്തൊക്കെയാണ്? ഒന്നാമത്തെ ലേഖനത്തിന്റെ പ്രധാന സന്ദേശം പ്രത്യാശ, ഹോപ്പ് എന്നുള്ളതാണ്. ഒന്നാമത്തെ ലേഖനത്തിൽ പഴയ നിയമത്തിൽ നിന്നുള്ള പരാമർശങ്ങൾ എന്താണോ, രണ്ടാമത്തേതില് പഴയ നിയമത്തിൽ നിന്നുള്ള ഉദ്ധരണികൾ കുറവാണ്. ഒന്നാമത്തേതിൽ ക്രിസ്തുവിന്റെ മരണം, ഉയർപ്പ് എന്നിവയ്ക്ക് പ്രാധാന്യം നൽകിയിരിക്കുന്നു. രണ്ടാമത്തേതിൽ ക്രിസ്തുവിന്റെ ഇപ്പോഴത്തെ മഹത്വത്തെ സൂചിപ്പിക്കുന്നു. അതാണ് 2-3 വ്യത്യാസങ്ങൾ കാണുന്നത്. ഇനി 2-ാം ലേഖനം പത്രോസിന്റേത് തന്നെയാണ്. ഈ സെക്കൻഡ് എപ്പിസിൽസ് ഓഫ് പീറ്റർ ആത്മകഥാപരമായ പരാമർശങ്ങളോടുകൂടി ശീമോൻ പത്രോസ്, 1-ാം ലേഖനത്തിൽ ശീമോൻ പത്രോസ് എന്നില്ല, പത്രോസ് എന്ന് മാത്രമേ ഉള്ളൂ. ശീമോൻ പത്രോസ് തന്നെ എഴുതിയതെന്ന് അവകാശപ്പെടുന്നു. യേശുക്രിസ്തുവിന്റെ അപ്പോസ്തലനാണ്, ക്രിസ്തുവിന്റെ മറുരൂപ സംഭവത്തിന് സാക്ഷിയാണെന്ന്, പ്രിയ സഹോദരനായ പൗലോസിന്റെ കത്തുകളുമായി പരിചയമുണ്ടെന്നും, മുൻപ് ഒരു കത്ത് ഇദ്ദേഹം തന്നെ എഴുതിയിട്ടുണ്ടെന്നും, തന്റെ ജീവിതാന്ത്യം അടുത്തിരിക്കുകയാണെന്നും മറ്റുമുള്ള പരാമർശങ്ങൾ പത്രോസിനെ തന്നെയാണ് ചൂണ്ടിക്കാണിക്കുന്നത്. അതാണ് ഇന്റേണൽ എവിഡൻസസ് ആയി പറയുന്നത്. അതിന്റെ എല്ലാം റെഫറൻസ് അതിനകത്തുണ്ട്. ഇനിയും there is another thought that this epistle not belong to Saint Peter എന്നുള്ളത്. Why എന്നുള്ളതിന് ചില കാരണങ്ങൾ, 3-4 കാരണങ്ങൾ. ഒന്ന്, ഭാഷാപരമായുള്ള വ്യത്യാസം, ലിംഗ്വിസ്റ്റിക്കൽ ഡിഫറൻസ്. ഒന്നാമത്തേതിന് ഇതും തമ്മിൽ ഭാഷാപരമായി വ്യത്യാസമുണ്ട്. 2, അതിന്റെ തീമിന്റെ ഡിഫറൻസ്, ആശയപരമായിട്ട് വളരെ വ്യത്യാസമുണ്ട്. 3rd വൺ, വളരെ വൈകിയുള്ള യൂദായുടെ ലേഖനത്തെ ആശ്രയിച്ച് എഴുതി എന്നുള്ളത് കൊണ്ട് പത്രോസാകാൻ സാധ്യതയില്ല എന്ന് പറയുന്നു. അതായത് ദിസ് എപ്പിസിൽ ഇൻഫ്ലുവൻസ്ഡ് ബൈ എപ്പിസിൽ ഓഫ് ജൂഡ് എന്നുള്ള ഒരു ആശയമുണ്ട്. അതാണ് 3rd വൺ. അതുകൊണ്ട് പത്രോസാകാൻ സാധ്യതയില്ല എന്ന് പറയും. 4th വൺ ഈസ് വിമർശിക്കപ്പെട്ടിരിക്കുന്ന വേദവിപരീതം പത്രോസിന്റെ കാലഘട്ടത്തെ അല്ല സൂചിപ്പിക്കുന്നത് എന്ന് പറയാം. ഇവിടെ അഡ്രസ് ചെയ്തിരിക്കുന്ന വേദവിപരീതം, ഹെർസി, പത്രോസിന്റെ കാലഘട്ടത്തിലുള്ളത് അല്ല, അതിന് ശേഷമുള്ളതാണെന്നൊരു വാദം. അപ്പോൾ ഇത് നമ്മൾ
രണ്ട് സൈഡും പഠിക്കുന്നുണ്ട് കേട്ടോ. പത്രോസ് എഴുതിയെന്നും പത്രോസ് എഴുതിയില്ല എന്നും പറയാനുള്ള കാര്യങ്ങൾ, ബിക്കോസ് വി ആർ സ്റ്റുഡൻസ്. ദുരുപദേശങ്ങളുടെ സ്വഭാവം എന്താണ്? ഇതിനകത്ത് ഉന്നയിച്ചിരിക്കുന്ന ദുരുപദേഷ്ടാക്കളെ പറ്റി പറയുന്ന, ഒന്ന്, അവർ നാശകരമായ മതഭേദങ്ങളെ നുഴച്ച് വരുത്തുന്നു. രണ്ട്, അവർ കർത്താവിനെ തള്ളിപ്പറയുന്നു. മൂന്ന്, അവർ സ്വയം നാശം കൈവരുത്തുന്നു. നാല്, അവർ അസന്മാർഗീയതയിൽ ചരിക്കുന്നു. അഞ്ച്, ദ്രവ്യാഗ്രഹം നിറഞ്ഞ് കൗശലവാക്ക് പ്രയോഗിക്കുന്നു. എന്നിങ്ങനെയാണ് ഈ വേദവിരീതികളെ പറ്റി, ഇതിനകത്ത് ദുരുപദേശക്കാരെ പറ്റി പറഞ്ഞിരിക്കുന്നത്. ഇനിയും എന്തൊക്കെയാണ് അതിന്റെ ഇൻഫ്ലുവൻസ്, ദുരുപദേശങ്ങളുടെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് നമ്മൾ പഠിക്കുന്നത്. അതിന്റെ ഒരെണ്ണം, ഒന്ന്, ജ്ഞാനവാദത്തിന്റെ ഒരു വകഭേദമായി ദുരുപദേശത്തെ കണക്കാക്കും. നോസ്റ്റിസിസത്തിന്റെ ഒരു ഇൻഫ്ലുവൻസും അതിന്റെ ഒരു പോർഷനായിട്ട് കാണുന്നുണ്ട്. പിന്നെ ജ്ഞാനവാദത്തിന്റെ ബി, അതിനെപ്പറ്റി തന്നെയുള്ള കുറച്ചുകൂടെയുള്ള പറൂസിയയെ പറ്റിയൊക്കെയുള്ള വിശദീകരണമാണ്. ജ്ഞാനവാദികൾ അന്ന് ചോദിച്ച അവന്റെ പ്രത്യക്ഷതയുടെ വാഗ്ദത്തം എവിടെ? 3:3 നമ്മളത് വായിക്കുന്നുണ്ട്. പലരും ചോദിക്കുന്നു, അവന്റെ പ്രത്യക്ഷതയുടെ വാഗ്ദത്തം എവിടെയെന്ന് ചോദിക്കുന്നു. അവർ പരിഹാസത്തോടെ പറയുന്നത്, പിതാക്കന്മാർ നിദ്രകൊണ്ട ശേഷം സകലവും സൃഷ്ടിയുടെ ആരംഭത്തിൽ ഇരുന്നത് പോലെ തന്നെ ഇരിക്കുന്നു. യുഗാന്തിപരമായ സ്കെറ്റോളജിയെ ഈ ജ്ഞാനവാദികള് ആക്ഷേപിച്ചു എന്ന് കാണുന്നുണ്ട്. നമ്മൾ ഇന്നത്തെ ചർച്ച തന്നെ എടുത്താലും നിങ്ങൾ ഇത് പഠിക്കുമ്പോൾ ഒരു കോമൺ ഒരു തിങ്ങി പഠിച്ചിരിക്കണം എപ്പോഴും. നമ്മുടെ ഇപ്പോൾ ഒരു ഇടവക എടുക്കുകയാണെങ്കിൽ അതിനകത്ത് ഓരോരുത്തരും ആശയം, എല്ലാവരുടെയും ആശയം ഒരുപോലൊന്നുമല്ല. പള്ളി വരുന്നു എന്ന ഒറ്റ കാരണം കൊണ്ട് പലർക്കും പല ആശയങ്ങളല്ലേ. നമുക്ക് തന്നെ ഇന്ന് ഒരാശയമാണ്, നാളെ വേറൊരാശയം നമ്മുടെ. നമ്മൾ തന്നെ ഇൻഫ്ലുവൻസ് ചെയ്യപ്പെടുന്നുണ്ട് പലതും കൊണ്ട്. പിന്നെ ഈ പറയുന്ന ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ജ്ഞാനവാദങ്ങളും ഒക്കെ സഭയിൽ വരുന്നവരാണെങ്കിൽ തന്നെ അവരുടെ വേറെ ഇൻഫ്ലുവൻസ്ഡ് ബൈ അല്ലെ ഡിഫറെന്റ് കാര്യങ്ങൾ. അല്ലെ ഇപ്പൊ നമുക്ക് കൃപാസനം ഒരു സ്വാധീനമാണ്. അതല്ലെങ്കിൽ ഒരു കാലത്ത് തങ്കുമായിരുന്നു, ഒരു കാലത്ത് അങ്ങനെ കാലഘട്ടത്തിൽ പലതും എല്ലാവരെയും സ്വാധീനിക്കുമല്ലോ. എന്ന് പറഞ്ഞതുപോലെ ഉള്ള സ്വാധീനങ്ങൾ ആ ഒരു സമൂഹത്തിൽ തന്നെ ഉണ്ടായിരുന്നു. എസ്പെഷ്യലി അവരെ അഡ്രസ് ചെയ്തത് പൊതുലേഖനമാണ്, ജനറൽ എപ്പിസോഡാണ്. അപ്പം പൊതുവായ വിഷയങ്ങളൊക്കെയാണ് ഇതിനകത്ത് കൈകാര്യം ചെയ്തുകൊണ്ടിരുന്നത്. അല്ലെങ്കിൽ തന്നെ ഒരു സഭയിൽ തന്നെ പൊതുവായ ധാരാളം വിഷയങ്ങളുണ്ട്, ദൈവശാസ്ത്രപരമായും ആശയപരമായും എന്നുള്ളത് ഞാൻ സൂചിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പം അതൊക്കെ ഒന്ന് മനസ്സിൽ വെച്ചുകൊണ്ട് വേണം ഇത് എഴുതാൻ, പഠിക്കാൻ. അപ്പോൾ ഈസിയാണ്. അപ്പൊ പറൂസിയ എന്നുള്ളതിനെ പറ്റി ഈ കൂടെ ഉണ്ടായിരുന്നവർക്ക് തന്നെ, ജ്ഞാനവാദത്താൽ സ്വാധീനിക്കപ്പെട്ടവർക്ക് തന്നെ സംശയം ഉണ്ടായിരുന്നു എന്നൊക്കെ കാണും. അവര് ജ്ഞാനവാദികളായിട്ട് അങ്ങ് മാറി നിൽക്കുമല്ല. അതിന്റെ കൂട്ടത്തിൽ യേശുവിന്റെ യുഗാന്ത്യത്തെ പറ്റി ആക്ഷേപിച്ച് ചോദിക്കുമ്പോൾ അവരിതും പഠിക്കുന്നുണ്ടെന്ന് അർത്ഥം. പിന്നെ യൂദായുടെ ലേഖനത്തെ പറ്റി 6-ാം നൂറ്റാണ്ട് വരെ ഈ ലേഖനം സുറിയാനി സഭയുടെ പുതിയ നിയമ കാനോനിൽ ചേർത്തിരുന്നില്ല. പത്രോസിന്റെ 2-ാം ലേഖനത്തിന്റെ പശ്ചാത്തലം തന്നെയാണ് ഇതിനും ഉള്ളത്. ഇതിന്റെ രണ്ടിന്റെയും ബാക്ക്ഗ്രൗണ്ട് ഒന്ന് തന്നെയാണ്, 2 പീറ്റർ ആൻഡ് ജൂഡ്. എഴുത്തുകാരൻ യേശുക്രിസ്തുവിന്റെ ദാസനും യാക്കോബിന്റെ സഹോദരനുമായ യൂദായാണെന്ന് പ്രാരംഭത്തിൽ പറയുന്നു. 12 അപ്പോസ്തലന്മാരിൽ ഒരുവനായ യൂദായല്ല, കർത്താവിന്റെ സഹോദരന്മാരെന്ന് വിളിക്കപ്പെട്ടവരുടെ ഒരുവനാണ്. ജൂഡസ് തദ്ദേവുസ് ആണ് ഇത് കേട്ടോ, യെരുശലേമിന്റെ ബിഷപ്പായിരുന്ന യാക്കോബിന്റെ സഹോദരൻ. ജെയിംസ് ദ ലെസർ, അല്ലെങ്കിൽ നിങ്ങൾക്കറിയാം അപ്പോസ്തല പ്രവൃത്തി 12-ാം അധ്യായം പരിശോധിച്ചാൽ യോഹന്നാന്റെ സഹോദരനായിരുന്ന യാക്കോബിനെ വാൾ കൊണ്ട് കൊന്നു. അത് യഹൂദന്മാർക്ക് ഇഷ്ടമായി എന്നിട്ട് മറ്റുള്ളവരെയും പിടിപ്പാൻ ഇച്ഛിച്ചു എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. അവിടെ പറയുന്ന യാക്കോബ് സബദി മക്കളിൽ ഒരുവനായ യാക്കോബാണ്. ഈ യെരുശലേമിന്റെ സുന്നതത്തിന് സാക്ഷ്യം വഹിക്കുകയും ഇവിടെ കസിൻ ഓഫ് ജീസസ്, അത് അൽഫായുടെ മകനായ യാക്കോബ് എന്ന് 12 അപ്പോസ്തലന്മാർ പറയുന്ന ആളാണ്. സത്യത്തിൽ ഈ യാക്കോബും സബദി മക്കളും കർത്താവിന്റെ കസിൻസ് തന്നെയാണ്. പക്ഷെ ഇവിടെ യാക്കോബ്, യോസെ, യൂദ എന്നിവരുടെ സഹോദരനായ തച്ചനല്ലയോ എന്ന് ചോദിക്കുന്നത് പറയുമ്പോൾ നിങ്ങൾക്ക് യൂദായും യാക്കോബും തമ്മിലുള്ള ബന്ധം മനസ്സിലാകും. അവൻ യാക്കോബ്, യോസെ, യൂദ, ശീമോൻ
എന്നിവരുടെ സഹോദരനായ തച്ചനല്ലയോ? അവന്റെ സഹോദരിമാരും നമ്മുടെ ഇടയിലല്ലയോ? അവിടെ സഹോദരൻ സഹോദരി എന്ന വാക്ക് കസിൻസിനെ സൂചിപ്പിക്കാനായിട്ട് ഉപയോഗിക്കുന്നു. അതുകൊണ്ട് നിങ്ങളെ പഠിതാക്കൾ എന്നുള്ള രീതിയിൽ കൺഫ്യൂഷൻ ഒഴിവാക്കാനായിട്ടാണ് ചില സമയത്ത് ഞാൻ ഇത് പറയുന്നത്. യേശുക്രിസ്തുവിന്റെ ദാസനും യാക്കോബിന്റെ സഹോദരനുമായ യൂദ എന്ന് പറയുമ്പോൾ ഏത് യാക്കോബാന്ന് ഓർത്തിരിക്കണം. യാക്കോബും യോഹനാനും ആകുന്ന സഹോദരി മക്കളായ യാക്കോബും യോഹനാനും അല്ല. ആ യാക്കോബിനെ അപ്പോസ്തല പ്രവൃത്തി 12-ാം അധ്യായത്തിൽ കൊന്നുകളഞ്ഞതായി കാണുന്നു. വാളിനാൽ ആദ്യത്തെ അപ്പോസ്തലന്മാർ ആദ്യം മരിക്കുന്നത് ആ യാക്കോബാണ്. എന്നാൽ ജെയിംസ് ദ ലെസർ, അൽഫായുടെ മകനായ യാക്കോബ്, പിന്നീട് അപ്പോസ്തല പ്രവൃത്തി 15-ാം അധ്യായത്തിൽ ജെറുസലേം സിനഡിനെ പ്രിസൈഡ് ചെയ്യുന്ന യാക്കോബ്, അദ്ദേഹമാണ് ആദ്യത്തെ തക്സ എഴുതിയത്. യാക്കോബിന്റെ തക്സ നമ്മൾ ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇവിടെ സഹോദരൻ എന്ന വാക്ക് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. കസിൻ ബ്രദർ. ജ്ഞാനവാദികളായ ദുരുപദേഷ്ടാക്കന്മാർക്കെതിരെയായിട്ടാണ് യൂദ എഴുതുന്നത്. സത്യവിശ്വാസം കാത്തു സൂക്ഷിക്കാനായിട്ടാണ്. അഗൈൻ സെക്കൻഡ് പീറ്റർ നമ്മൾ എഴുതുന്ന സമയത്ത് അതേ ആശയങ്ങളൊക്കെ തന്നെ ഇതിനകത്തുള്ളത്. പിന്നീട് ചാപ്റ്റർ 4 യോഹന്നാന്റെ ലേഖനങ്ങളെ പറ്റിയ ഡൊസറ്റിസം, അതിനെതിരെയുള്ള ഡൊസറ്റിസം എന്ന് പറഞ്ഞ വേദവിര്യത്തിനെതിരെയാണ് യോഹന്നാന്റെ ലേഖനങ്ങൾ പൊതുവെ. അതിനെതിരെയുള്ള യോഹന്നാന്റെ വാദം, യോഹന്നാന്റെ സുവിശേഷവുമായുള്ള ബന്ധം, പ്രധാന സന്ദേശം, 2 ജോൺ 3 ജോൺ എന്നിങ്ങനെയുള്ള കാര്യങ്ങളാണ് ചാപ്റ്റർ 4 നമ്മൾ പഠിക്കും. അതിൽ ജോണിന്റെ 3 ലേഖനങ്ങളിൽ 1-ാം ലേഖനം വളരെ ലളിതവും സരളവുമായ പ്രതിപാദനമാണ്. ആഴത്തിലേക്ക് ഇറങ്ങുമ്പോൾ വളരെ ഗഹനവും പ്രൗഢവുമായ ആശയങ്ങൾ അതിൽ നാം കണ്ടെത്തുന്നു. ലേഖനങ്ങൾക്ക് സഹജമായ അഭിവാദനങ്ങൾ കാണുന്നില്ല. ആരാർക്ക് എഴുതിയെന്ന് വ്യക്തമായ സൂചനകളും എങ്ങും കാണുവാനില്ല. ഏഷ്യ മൈനറിലുള്ള പല സഭകൾക്കും പൊതുവായി എഴുതിയെന്ന് അനുമാനിക്കാം. എന്താണ് ഈ ഡൊസറ്റിസം എന്നുള്ളത് നമ്മൾ കാണും. ഏഷ്യ മൈനറിലെങ്ങും വ്യാപിച്ചിരുന്ന ഒന്നാണ് നോസ്റ്റിസിസം. അടിസ്ഥാനപരങ്ങളായ അതിന്റെ വിശ്വാസകാര്യങ്ങൾ യോഹന്നാന്റെ സുവിശേഷത്തെ പറ്റിയുള്ള പല പാഠത്തിൽ വിവരിച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ താഴോട്ട് വരുന്നു. മാറ്റർ ഈസ് ഈവിൾ. പദാർത്ഥം അതിൽ തന്നെ തിന്മയാണ്. അതായത് ഈ ശരീരം തിന്മയാണ്. അതിനകത്ത് ഒരു പെട്ടെന്ന് മനസ്സിലാകാനായിട്ട് അങ്ങ് പറഞ്ഞുതരാം. ഈ ശരീരം മാറ്റർ ഈസ് ഈവിൾ, സോ ദ ഡൈറ്റി കനോട്ട് ഡ്വെൽ ഇൻ ദിസ് ഈവിൾ ബോഡി എന്നുള്ളതാണ്. അതായത് യേശുവിന് ദൈവപുത്രന് മനുഷ്യാവതാരം ചെയ്യാൻ സാധ്യമല്ല എന്നുള്ളതാണ് ഈ പറയുന്നത്. അവരെ വാദിച്ചിരുന്നത് അങ്ങനെയാണ്. അതല്ലെങ്കിൽ നിങ്ങൾ ഈ ഹിന്ദു വിശ്വാസത്തിൽ മോക്ഷം എന്ന് പറഞ്ഞാൽ ഈ ശരീരം ഒരു കിളിക്കൂടാണ്, അതിനകത്തുനിന്ന് കിളി പറന്നു പോകുന്നതാണ് മോക്ഷവും നിർവ്വാണം എന്നൊക്കെ അവർ പറയും. അപ്പം ശരീരത്തിന് ഒരു വീണ്ടെടുപ്പിന്റെ ആവശ്യമൊന്നുമില്ല എന്നാണ്. എന്നാൽ ക്രിസ്ത്യാനിറ്റിയുമായിട്ട് നോസ്റ്റിസിസിനുള്ള വ്യത്യാസം, യേശുക്രിസ്തു മനുഷ്യാവതാരം ചെയ്തു എന്ന് പറഞ്ഞാൽ തിന്മയായിരിക്കുന്നതിൽ ദൈവം വസിക്കാൻ പറ്റത്തില്ല. യേശു ശരീരം എടുത്തു എന്ന് പറഞ്ഞാൽ ശരീരം തിന്മയല്ല. മാറ്റർ ഈസ് നോട്ട് ഈവിൾ എന്നുള്ളതാണ് ക്രിസ്ത്യാനിറ്റി നമ്മളുള്ള ബേസിക്, ഏറ്റവും ബേസിക്. ഇത് നിങ്ങൾ ഏത് വേദവിര്യനും പഠിച്ചാലും അടിസ്ഥാനപരമായി പഠിച്ചിരിക്കേണ്ടത് നോസ്റ്റിസിസം. അതുകൊണ്ട് ഞാൻ പറഞ്ഞു തരുക. സംശയം ഉണ്ടെങ്കിൽ അവസാനം ചോദിച്ചാൽ വിശദീകരിക്കും. അപ്പോ ഇവര് ക്രിസ്തുവിന്റെ മനുഷ്യാവതാരത്തെ നിഷേധിച്ചു. ക്രിസ്തു ഒരു മനുഷ്യനാണെന്ന് തോന്നുക, ഇനി അതിൽ നിന്ന് ഡിറൈവ് ചെയ്തു വന്ന ഡൊസറ്റിസം എന്ന് പറയുന്നത് തോന്നൽവാദം എന്നാണ് ഇതിന് മലയാളം കേട്ടോ. തോന്നൽവാദം ഡൊസറ്റിസത്തിന്റെ. ക്രിസ്തു ഒരു മനുഷ്യനാണെന്ന് തോന്നുക മാത്രമേ ചെയ്തുള്ളൂ, യഥാർത്ഥത്തിൽ മനുഷ്യനല്ലായിരുന്നു. ഈ തോന്നൽവാദത്തിന് നൽകിയുള്ള പേര് ഡൊസറ്റിസം എന്നാണ്, ബേസ്ഡ് ഓൺ നോസ്റ്റിസിസം. യേശു ക്രിസ്തു ജഡത്തിൽ വന്നു എന്ന് സ്വീകരിക്കാത്ത ചിന്താഗതി, അതാണ് 1 യോഹന്നാൻ 4:2 അതിനെപ്പറ്റി പറയുന്നുണ്ട്. യേശു ക്രിസ്തു ജഡത്തിൽ വന്നു എന്ന് സ്വീകരിക്കാത്തവനെല്ലാം കള്ളനാകുന്നു എന്ന് അതിനകത്ത് കൃത്യമായിട്ട് പറയുന്നു. അന്തിക്രിസ്തു ആകുന്നു അത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആന്റി ക്രൈസ്റ്റ് എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് വേർഡ് ആകട്ടോ. അന്തിക്രിസ്തു എന്ന് മലയാളത്തിൽ ലാസ്റ്റ് ക്രൈസ്റ്റ് എന്നാണ് വിചാരം. ആന്റി എന്നുള്ള വാക്ക് ആൻറ്റായി എന്നുള്ള, അപ്പൊ ഓപ്പോസിറ്റ് എന്നുള്ള ആശയം മാത്രമേ ഉള്ളൂ. ക്രിസ്തു നടക്കുന്നതായും ഭക്ഷിക്കുന്നതായും മറ്റും തോന്നും, യഥാർത്ഥത്തിൽ അങ്ങനെയില്ല. ഇതിനെതിരായി യോഹന്നാൻ പ്രാരംഭത്തിൽ തന്നെ എഴുതുന്നു. ഞങ്ങള് കൈതൊട്ടതായ ജീവന്റെ വചനമാണ്. അതിന്റെ പ്രധാന ആശയം മനസ്സിലായത്. അതാണ് താഴോട്ട് പറയാൻ.
2, ദൈവത്തെ പ്രകാശമായും പദാർത്ഥ ലോകത്തെ അന്ധകാര സ്ഥലമായും. അപ്പൊ ഇവർക്ക് ഡ്യുവലിസം കൂടി ഇതിനകത്ത് വരുന്നു. വെളിച്ചം, ഇരുള്, ജനനം, മരണം, നന്മ, തിന്മ, സത്യം, കള്ളം, ഇങ്ങനെയൊക്കെയുള്ള ആശയങ്ങൾ എപ്പോഴും ഈ ഡ്യുവലിസം നിങ്ങൾക്ക് അറിവുള്ളതാണ്. അതിനെ അവര് അവതരിപ്പിക്കുന്നു. അപ്പം ദൈവത്തെ പ്രകാശമായും പദാർത്ഥ ലോകത്തെ അന്ധകാര സ്ഥലമായും. അതുകൊണ്ട് പ്രകാശത്തിന് ഒരിക്കലും ഈ ഇവിടെ വന്ന് വസിക്കാൻ സാധ്യമല്ല എന്നാണ് അവരുടെ വാദം. രക്ഷയ്ക്കുള്ള മാർഗം ആർജിക്കുകയാണ്. ഇത് ബുദ്ധിയുടെ വ്യാപാരത്തിലല്ല, പ്രകാശമായി ദൈവവുമായി ബന്ധപ്പെടുന്ന അനുഭൂതിയിലാണ്. ഇതെല്ലാം ഒരു തോന്നൽ അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ ഒരു ഇമോഷണൽ ആയിട്ടുള്ള ഒരു പ്രാക്ടീസ് ആയിട്ട് മാത്രമാണ് അവർ പറയുന്നത്. അപ്പൊ ഇതിനെതിരായിട്ട് യോഹന്നാൻ പറയുന്നത്, നിങ്ങളോ പരിശുദ്ധാത്മാവിനാൽ അഭിഷേകം പ്രാപിച്ചു സകലവും അറിയുന്നുവല്ലോ. ക്രിസ്തീയ വിശ്വാസികൾക്ക് യഥാർത്ഥമായ ജ്ഞാനം നൽകുന്നത് പരിശുദ്ധാത്മാവിനാലാണ്. ആത്മാവ് അവരെല്ലാവരിലും വസിക്കുന്നു, ചിലർക്ക് മാത്രമായി നൽകപ്പെട്ടതല്ല. പരിശുദ്ധാത്മാവിനാൽ ഇതിനെ നമുക്ക് ഒരു മിസ്റ്റിക്കൽ എക്സ്പീരിയൻസ്, ജ്ഞാനം പ്രാപിച്ചവൻ പാപം ചെയ്യുന്നില്ല, അതിനതീതമായ ഒരു അവസ്ഥയിലെത്തുന്നു. ഇത് അവരുടെ മറ്റൊരു വാദമായി. യോഹന്നാൻ അതിനെ ഖണ്ഡിക്കുന്നത് കാണും. അവനോട് കൂട്ടായ്മ, മിസ്റ്റിക്കൽ എക്സ്പീരിയൻസ് ഉണ്ടെന്ന് പറയുകയും ഇരുട്ടിൽ നടക്കുകയും ചെയ്താൽ നാം ഭോഷ്ക് പറയുന്നു. നമുക്ക് പാപമില്ല എന്ന് നാം പറയുന്നുവെങ്കിൽ നമ്മെ തന്നെ വഞ്ചിക്കുന്നു, സത്യം നമ്മിൽ ഇല്ലാതെയായി. നാം പാപം ചെയ്തിട്ടില്ല എന്ന് പറയുന്നെങ്കിൽ അവനെ അസത്യവാദിയാക്കുന്നു, അവന്റെ വചനം തമ്മിൽ ഇല്ലാതെയായി. ഇങ്ങനെയുള്ള ആശയങ്ങളാണ് ഡോസറ്റിസത്തെയും എതിർക്കാനായിട്ട് പറയുന്നതായ ആശയം. ഇനി യോഹന്നാന്റെ സുവിശേഷവുമായിട്ടുള്ള ഈ ലേഖനത്തിനുള്ള 1-ാം ലേഖനത്തിലുള്ള ബന്ധം, ഹൗ ഫസ്റ്റ് ജോൺ ആൻഡ് ദ ഗോസ്പൽ ഓഫ് ജോൺ ആർ റിലേറ്റഡ്. 1-ാമത്തെ ലേഖനം യോഹന്നാന്റെ സുവിശേഷം തമ്മിൽ അഭേദ്യമായ ബന്ധം നമുക്ക് കാണാം. രണ്ടിന്റെയും തുടക്കം ലോഗോസ് എന്നുള്ള ആശയം ദൈവവചനത്തെ കുറിച്ചുള്ള വിശദീകരണം. ഇനി ഭാഷാ പ്രയോഗങ്ങളുള്ള സംഗതി ആ കാറിൽ ഭദ്രമായി എത്തിച്ചിരിക്കുന്നു. ആരാ രാജീവേട്ടനൊക്കെ അപകടത്തിലാകുന്നു? ഈ എന്റെ അമ്മച്ചി ദിവ്യോധനത്തിനിടയ്ക്ക് സീരിയലും കൂടെ കാണുക. രാജീവേട്ടനൊക്കെ അപകടത്തിലാകട്ടെ, നമുക്ക് പോട്ടെ, എന്നതായത്. പിന്നെ ഭാഷാ പ്രയോഗം, നിങ്ങള് ഞാൻ പറയുന്ന സീരിയസ് ആയിട്ട് എടുത്താൽ മതി കേട്ടോ, ഞാൻ തിരിച്ചാലും. ഓക്കെ, നിങ്ങൾക്ക് നിത്യജീവൻ ഉണ്ടെന്ന് അറിയേണ്ടതിന് തന്നെ, യോഹന്നാൻ 5:13. പിന്നെ ഭാഷാ പ്രയോഗങ്ങളുള്ള സാമ്യം ശ്രദ്ധിക്കണം. തമ്മിലുള്ള ലിംഗ്വിസ്റ്റിക്കൽ ഐഡന്റിറ്റി, നമുക്ക് സാക്ഷ്യം വഹിക്കുക, ദൈവത്തിൽ നിന്ന് ജനിക്കുക, കൽപ്പനകളെ പാലിക്കുക, വചനം കാക്കുക എന്നിങ്ങനെ പലതും ചൂണ്ടിക്കാട്ടി. പിന്നെ ഇതിനകത്തെ സന്ദേശം, 2 വാക്കുകൾ ഇതിന്റെ സന്ദേശം സമാഹരിക്കും. 1 വെളിച്ചം, 2 സ്നേഹം. ദൈവം വെളിച്ചമാകുന്നു എന്ന ആശയം കേന്ദ്രീകരിച്ചുകൊണ്ട് 1-ാം ഭാഗം, ദൈവം സ്നേഹമാകുന്നു എന്ന നിർവചനത്തെ കേന്ദ്രീകരിച്ചുകൊണ്ട് 2-ാം ഭാഗം. ഇനിയും 2 ജോൺ 2-3 ലേഖനങ്ങൾ വളരെ ഹ്രസ്വമാണ്. ഇവ രണ്ടും ഓരോ പ്രത്യേക സഭയെ ഉദ്ദേശിച്ചുകൊണ്ടാണ് എഴുതിയിട്ടുള്ളത്. എഴുത്തുകാരൻ, ഈവൻ ദോ ഇറ്റ് ഈസ് കൺസിഡർഡ് ആസ് എ ജനറൽ എപ്പിസിൽ, ഇറ്റ്സ് അഡ്രസ്സിംഗ് ടു എ സ്പെസിഫിക് ചർച്ച് എന്നുള്ളതാണ്. എഴുത്തുകാരൻ ഒരു പ്രസ്ബിറ്റർ ആണെന്ന് 2-ലും പറയുന്നു. അതുകൊണ്ട് 1-ാം ലേഖനം എഴുതിയ ആളല്ല ഇത് 2ഉം എഴുതിയതെന്ന് ചിലർ അഭിപ്രായപ്പെടുന്നു. ഭാഷാപരമായ വ്യത്യാസം അവർ ചൂണ്ടിക്കാണിക്കുന്നു. 2-ാമത്തെ കത്ത് സംബോധന ചെയ്തിട്ടുള്ളത് മാന്യ നായികമാർക്കും ഇലക്ട് ലേഡി എന്ന കേട്ടോ മക്കൾക്കും എന്നാണ്. അതൊരു സഭയെ കുറിക്കുന്നതായി കരുതാം. മാന്യ സഹോദരി എന്ന് പറഞ്ഞിട്ടുള്ളത് എവിടെ നിന്ന് എഴുതുന്നു? ആ സഭയാണ്. മാന്യ നായിക എന്ന് മലയാളത്തിൽ എഴുതിയിരിക്കുന്ന ഇലക്ട് ലേഡി എന്നുള്ളതാണ്. ഇറ്റ് റെപ്രസെന്റ്സ് എ ചർച്ച്. സഭയുടെ മക്കൾ ഇപ്പോൾ ദുരുപദേഷ്ടാക്കളുടെ നുഴഞ്ഞുകയറ്റത്തിന് വിധേയരായിരിക്കും. യേശുക്രിസ്തുവിനെ ജഡത്തിൽ വന്നവനെന്ന് സ്വീകരിക്കാത്ത വഞ്ചകന്മാരും ക്രിസ്തുവിന്റെ ഉപദേശത്തിൽ നിലനിൽക്കാത്തവരുമായ ദുരുപദേഷ്ടാക്കന്മാർ അവർ അപകടമായ ഉപദേശങ്ങൾ വലിച്ചൊഴിക്കാം എന്നിങ്ങനെയുള്ള ആശയങ്ങളാണ്. 3-ാം ലേഖനവും 3-ാമത്തെ കത്ത് ഗായോസിനെ സംബോധന ചെയ്തിട്ടുള്ളതാണ്. ഒരു സഭയുടെ തലവനായ ദയോത്രഫിമോസും അപ്പോസ്തലനും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസമാണ് ഈ കത്തിന്റെ അടിസ്ഥാനം.
അപ്പോസ്തലൻ അയച്ച ആളുകളെ ദയോത്രാഫിമോസ് സ്വീകരിച്ചില്ല എന്ന് മാത്രമല്ല, സ്വീകരിച്ചവരെ സഭയിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തു. എന്നാൽ ഗായോസിനെ വശത്താക്കാൻ അയാൾക്ക് കഴിഞ്ഞില്ല. എഴുത്തുകാരന് ഗായോസിൽ വലിയ വിശ്വാസമുണ്ട്. സഭയിലെ വിശ്വസ്തരായ ജനങ്ങൾ അയാളുടെ കൂടെ നിൽക്കുന്നു. ഗായോസ് സത്യത്തിൽ നടക്കുന്നവൻ, മിഷണറിമാരെ സഹായിച്ചിട്ടുള്ളവനുമാണ്. ആ സഹായം തുടരുവാൻ കത്തിലൂടെ ആവശ്യപ്പെടും. ഇതിൽ പറയുന്ന ദെമത്രിയോസ് മിഷണറിമാരിൽ ഒരാളായിരിക്കാം. ഈ കത്തിൽ വേദവിരീതത്തിന്റെ ധ്വനിയൊന്നും കാണുന്നില്ല. പക്ഷേ ദുരുപദേശങ്ങൾ വരുന്നതിന് മുമ്പുള്ള ഒരു ഘട്ടത്തിൽ എഴുതിയതാകാം എന്ന് പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. 7th ചാപ്റ്റർ വിശ്വാസവും പ്രവൃത്തിയും, വേർഡ് ആൻഡ് ഡീഡ്, ഫെയ്ത്ത് ആൻഡ് ആക്ഷൻ. ലേഖനത്തിന്റെ പൊതു സ്വഭാവം എന്താണ്? യാക്കോബിന്റെ ലേഖനം കേട്ടോ, സെന്റ് ജെയിംസ്. ഗ്രന്ഥകർത്താവ് കർത്തൃ സഹോദരനായ യാക്കോബ്, അത് ഞാൻ വിശദീകരിച്ചു കഴിഞ്ഞതാണ്. ഇതിന്റെ സന്ദേശം വിശ്വാസവും പ്രവൃത്തിയും, നാവിനെ നിയന്ത്രിക്കുക, പ്രാർത്ഥന, രോഗികളുടെ ദയാവിഷയം. ഇതെല്ലാം നമുക്ക് യാക്കോബിന്റെ ലേഖനം ഒത്തിരി നമുക്ക് അറിയാവുന്നതാണ്. പൊതു സ്വഭാവം, മതപരമായ വിശ്വാസവും ജീവിതവും തമ്മിലുള്ള പൊരുത്തം ഉണ്ടായിരിക്കണം എന്ന് ശക്തമായി ബോധിപ്പിക്കുന്നു. കർത്താവിനായ യേശുക്രിസ്തുവിന്റെ ദാസനായ യാക്കോബ് എഴുതിയ സാഹചര്യം ക്രിസ്തീയ ഉപദേശത്തിൽ വിശ്വാസത്തിന് വലിയ പ്രാധാന്യം നൽകി തൽഫലമായി ജീവിത പ്രമാണങ്ങളെ അവഗണിക്കുകയും ചെയ്ത സാഹചര്യം ഉണ്ടായിരിക്കും. അത് നിങ്ങൾ പ്രത്യേകം പഠിക്കുകയും ശ്രദ്ധിക്കുകയും ചെയ്യണം. കാരണം ബാക്കി എല്ലായിടത്തും ഈ സോളാ ഫിഡെ എന്ന ഫെയ്ത്ത് അലോൺ എന്ന് പറയുന്ന ഒരു ആശയം, പിന്നീട് അത് ഈ സോളാ സ്ക്രിപ്ചറ പോലെ തന്നെ ഈ റിഫോർമേഷന് ശേഷം ഒത്തിരി ഉയർന്നു വന്നതായ ഒരു കാര്യം. അത് പൗലോസിന്റെ ആശയങ്ങളിൽ നിന്ന് തെറ്റിദ്ധരിച്ച് ഉണ്ടായ ഒരു ആശയമാണ് സോളാ ഫിഡെ, ഫെയ്ത്ത് അലോൺ എന്ന് പറയുന്നത്. വിശ്വാസം മാത്രം മതി, യേശു വിശ്വസിച്ചാൽ മാത്രം മതി, ബാക്കിയെല്ലാം ഓക്കെയാണ്. പക്ഷേ ഇതിനകത്ത് കൃത്യമായി പറയുന്നു, നിങ്ങൾ വിശ്വാസം ഉണ്ടെന്ന് പറയുകയും നിങ്ങളുടെ സഹോദരൻ അഹോവൃത്തിക്ക് വകയില്ലാതിരിക്കുകയും ചെയ്യുമ്പോൾ അവന് വന്ന് തീ കാഞ്ഞാട്ടെ മോനെ, ദൈവം നിന്നെ കരുതിക്കൊള്ളുമെന്ന് അവന് എല്ലാം ഭക്ഷണം കൊടുക്കാതെ, വാ മോനെ വന്ന് തീ കാഞ്ഞാട്ടെ, നിനക്ക് വല്ലതും ദൈവം തന്നോളൂ എന്ന് പറഞ്ഞ, ഞാനിപ്പോ ഒന്നും തരുന്നില്ല, ദൈവം വല്ലതും തന്നോളൂ, നമുക്ക് പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞ് തീ കായുകയും അവിടെ ഇരുന്നുകൊണ്ട് പ്രാർത്ഥിക്കുകയും ചെയ്തിട്ട് കാര്യമില്ല, അവനെല്ലാം കൊടുക്കണം. ഡൂയിങ് തിയോളജി, ഇത് വളരെ ശക്തമായിട്ട് പറയുന്നതാണ്. അതാണ് എന്റെ മനസ്സിലാകാൻ വേണ്ടി സൂചിപ്പിച്ചതേ ഉള്ളൂ. ആ സാഹചര്യത്തിലായിരിക്കണം എഴുതപ്പെട്ടത്. അപ്പൊ ഈ വിശ്വാസം മാത്രം മതി എന്ന് പറയുന്നു. AD 57-നും 62-നും ഇടയ്ക്കാണ് എഴുതപ്പെട്ടത്. ലേഖനത്തിന്റെ സന്ദേശം പ്രായോഗികമായി ഓർത്തിരിക്കേണ്ട വിഷയങ്ങളെ പറ്റിയും ചർച്ച ചെയ്തിരിക്കുന്നു. വിഷയങ്ങൾ തമ്മിൽ അടുത്ത ബന്ധം കാണുവാനില്ല, പ്രധാനപ്പെട്ട ചില വിഷയങ്ങൾ മാത്രം പരിശോധിക്കുക. 1, വിശ്വാസവും പ്രവൃത്തിയും. 2, ക്രിസ്തീയ സമത്വവും സഹോദര സ്നേഹവും. എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പള്ളിയിൽ പൊന്മോതിരവിട്ടും വലിയ മൂടിയുള്ള വസ്ത്രം ധരിച്ചും വന്നാൽ അവനെ കണ്ടിട്ട് സുഖേനെ വിളിക്കുന്നാലും, ദരിദ്രൻ വന്നാൽ അവനോട് അങ്ങോട്ട് മാറി നിൽക്കടാന്ന് പറയുകയും ചെയ്യുന്ന പരിപാടി നിങ്ങളുടെ അടുത്ത് ഇടയ്ക്കുണ്ടോ? അതൊക്കെ ചോദിക്കുന്നുണ്ട് ഇതിനകത്ത്. അതാണ് ക്രിസ്തീയ സമത്വം. വി ഷുഡ് ഹാവ് ഈക്വാലിറ്റി എന്നുള്ളത് ശക്തമായിട്ട് പറയുന്നു. സഹോദര സ്നേഹം. പിന്നെ ധനത്തിന്റെ നശ്വരതയെ കുറിച്ച്, അതുകൊണ്ട് വലിയ പ്ലവള ജുബായൊക്കെ ഇട്ട് സ്വർണ്ണമാലയൊക്കെ കാണിച്ച് നടന്നിട്ട് കാര്യമില്ല പറയും. നാവിനെ നിയന്ത്രിക്കുക. അടുത്ത് പറയുന്ന നാവിനെ നിയന്ത്രിക്കുക. നാവ് ചെറിയ അവയവമെങ്കിലും കപ്പൽ ചെറിയ ഒരു ആങ്കർ കൊണ്ട്, ചുക്കാൻ കൊണ്ട് എത്ര നിയന്ത്രിക്കുന്നു, അതുപോലെ നാവ് ചെറിയൊരു അവയവമെങ്കിലും വലിയ കാട് കത്തിക്കുന്നു. അതുകൊണ്ട് നാവ് നന്മയോ തിന്മയോ ഒക്കെ നാവിൽ നിന്ന് പുറപ്പെട്ടു പോകുന്നുണ്ട് എന്ന് കാണും. സുദൃശ്യവാക്യങ്ങളിൽ ഞാൻ ആ റെഫറൻസ് ഓർക്കുന്നില്ല. ലൈഫ് ആൻഡ് ഡെത്ത് ഈസ് ഇൻ യുവർ ടങ് എന്നൊരു വാക്ക്. നാവിൽ മരണവും ജീവനവും നാവിന്റെ അധികാരത്തിന്മേലിരിക്കുന്നു എന്ന് പറയുന്നൊരു വാക്യമുണ്ട്. മരണവും ജീവനും, എത്ര പേരെ കൊല്ലാൻ പറ്റും നാക്കും കൊണ്ടല്ലേ? അവർക്ക് എത്ര പേർക്ക് ജീവൻ കൊടുക്കാൻ പറ്റും നമ്മുടെ നാവ് കൊണ്ട്? അത് ശക്തമായി പറയുന്നുണ്ട് യാക്കോബിന്റെ. ഇനിയും പ്രാർത്ഥനയും രോഗികളുടെ ദയാവിഷയവും, അത് നമ്മൾ ഇഷ്ടം പോലെ നമുക്കറിയാവുന്നതായ ഭാഗമാണ്. ക്രിസ്തീയ ജീവിതം സ്തുതിയുടെയും പ്രാർത്ഥനയുടെയും അനുഭവമാക്കണം. രോഗിയായിരിക്കുന്ന സഭയിലെ മൂപ്പന്മാരെ അല്ലെങ്കിൽ പുരോഹിതന്മാരെ വിളിക്കട്ടെ, അവർ കർത്താവിന്റെ നാമത്തിൽ അവനെ എണ്ണ പൂശി അവന് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. 5-ാം അധ്യായം 14-ാം വാക്യം. അതിൽ നിന്നാണ് ഈ എണ്ണപൂശൽ ഉണ്ടായത്. അതായത് അനോയിന്റിങ് ഓഫ് ദ സിക്ക് ഉണ്ടായതൊക്കെ ഈ വാക്യത്തിന്റെയൊക്കെ അടിസ്ഥാനത്തിലാണ്. മർക്കോസ് 6:13 വായിക്കുന്നുണ്ട്. ഈ സുവിശേഷത്തിലും എണ്ണപൂശി ശിഷ്യന്മാര്
സൗഖ്യം കൊടുത്തതായിട്ട് കാണും. Can refer Saint Mark chapter 6 verse number 30. 6-ാം അധ്യായത്തിൽ വെളിപ്പാട് പുസ്തകമാണ്. വിവാദപരമായ കൃതിയാണ്. അപ്പോക്കലിപ്റ്റിക്കൽ കൃതികൾ. യോഹന്നാന്റെ വെളിപ്പാട് അതിന്റെ മുഖ്യ സന്ദേശം ആണ്. അപ്പോക്കലിപ്സ് എന്ന ഗ്രീക്ക് പദത്തിന് മറ നീക്കുക, അനാച്ഛാദനം ചെയ്യുക, വെളിപ്പാട് എന്നെല്ലാം ആണ് റെവലേഷൻ. ദൈവത്തിന് മാത്രം അറിയാവുന്ന ഭാവിയെ കുറിക്കുന്ന കാര്യങ്ങൾ വെളിപ്പെടുത്തുക എന്നാണ് അർത്ഥം. പീഡനത്തിനും കഷ്ടതയിലും കൂടി കടന്നു പോകുന്ന ജനത്തിന് ഭാവിയെ കുറിച്ച് അറിയാനുള്ള ജിജ്ഞാസ വലുതായിരുന്നു. ഈ സാഹചര്യത്തിലാണ് BC 2-ാം നൂറ്റാണ്ടിൽ അന്ത്യോക്കസ് എപ്പിഫാനസിന്റെ ആക്രമണത്തിന്റെയും പീഡയുടെയും കാലമാണ് യഹൂദരുടെ ഇടയിൽ ആദ്യത്തെ അപ്പോക്കലിപ്റ്റിക്കൽ കൃതി ഉണ്ടായത്. ഇതാണ് ദാനിയേലിന്റെ പുസ്തകം. ഇപ്പോൾ ഓൾഡ് ടെസ്റ്റ്മെന്റിൽ നമ്മൾ കാണുന്ന അപ്പോക്കലിപ്റ്റിക്കൽ ടെക്സ്റ്റ് ആണ് ദാനിയേൽ. പുതിയ നിയമത്തിൽ നമ്മൾ കാണുന്നത് പിന്നെ ഹാനോക്കിന്റെ പുസ്തകം, സെക്കൻഡ് എസ്ട്ര, മോശയുടെ സ്വർഗാരോഹണം, പിന്നെ 12 പിതാക്കന്മാരുടെ ഉടമ്പടികൾ തുടങ്ങിയവയൊക്കെ ഈ അത് ദിവസത്തിൽ ഇതിനകത്ത് ഇപ്പം 12 പിതാക്കന്മാരുടെ ഉടമ്പടി, മോശയുടെ സ്വർഗാരോഹണം ഒഴികെ സെക്കൻഡ് എസ്ട്രയും ഹാനോക്കും ഒക്കെ ഉണ്ട്, അപ്പോക്രിഫയ്ക്കകത്തുണ്ട്. ഇവയിലെല്ലാം കാര്യങ്ങൾ നേരെ പറയാതെ പ്രതീകങ്ങളിൽ കൂടിയും രൂപകൽപ്പനകളിൽ കൂടി കോഡ് ലാംഗ്വേജിൽ കൂടിയും പറയുന്ന രീതിയാണ്. വിചിത്ര ജീവികൾ, മൃഗങ്ങൾ, അർത്ഥപൂർണമായ സംഖ്യകൾ ഇവയെല്ലാം ഉപയോഗിക്കുന്നു. അന്നത്തെ വായനക്കാർക്ക് അവയുടെ അർത്ഥം വേഗത്തിൽ മനസ്സിലാവുന്നതിനായിരുന്നു. പിന്നെ നന്മയും തിന്മയും തമ്മിലുള്ള പോരാട്ടം, ദൈവവും സാത്താനും തമ്മിലുള്ള പോരാട്ടമാണ് നടക്കുന്നത്. ദൈവത്തിന് അവസാനം ജയം ലഭ്യമാകും എന്നുള്ളത് സൂചിപ്പിക്കുന്നു. പിന്നെ യോഹന്നാന്റെ വെളിപ്പാടിനെ പറ്റി അത് കോമൺ ആയിട്ട് പറഞ്ഞ കാര്യമാണ്. യോഹന്നാന്റെ വെളിപ്പാടിലേക്ക് നമ്മൾ കയറുന്നു. യോഹന്നാൻ ശ്ലീഹ തന്നെയാണെന്ന് പറയുന്ന യാതൊരു പരാമർശം കാണാനില്ല. പക്ഷെ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടെങ്കിലും യോഹന്നാൻ ശ്ലീഹായുടേതാണെന്ന് സഭയുടെ പാരമ്പര്യം. 2-ാം നൂറ്റാണ്ടിൽ ജീവിച്ച ജസ്റ്റിൻ മാർട്ടിയർ പറഞ്ഞു, ക്രിസ്തുവിന്റെ അപ്പോസ്തലൻ ഒരുവനായി യോഹന്നാനെ രചിച്ചു അങ്ങനെയുള്ള ആശയം. അതിന്റെ ഉള്ളടക്കം കൃത്യമായിട്ട് ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇൻട്രൊഡക്ഷൻ ആണ് ചാപ്റ്റർ 1. 7 സഭകൾക്കുള്ള കത്തുകളാണ് 2 and 3. സ്വർഗത്തിന്റെ ദർശനമാണ് 4 and 5. ശിക്ഷാവിധിയുടെ 3 പരമ്പരകൾ, 7 മുദ്രകൾ, 7 കാഹളങ്ങൾ, 7 കലശങ്ങൾ, അതാണ് 6 to 16. റോമിന്റെ പതനമാണ് 17. അവിടെ ഈ 666 എന്നൊക്കെ പറയുന്നത് പിന്നെ റോമൻ എംപയറിനെ പറ്റി കേട്ടോ, നീറോയെ പറ്റി സൂചിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോഴും 666 ഒക്കെ പറഞ്ഞ് WWW എന്നൊക്കെ പറയുന്നതിന് എല്ലാത്തിനെയും കൊണ്ട് 666 എത്തിക്കാനൊരു ശ്രമമാണ്. പിന്നെ ഇതിനകത്ത് ഈ സഹസ്രാബ്ദ വാഴ്ച, മില്ലനിയം, സെക്കൻഡ് കമ്മിങ്ങിന് ശേഷം സഹസ്രാബ്ദ വാഴ്ചയുണ്ട്. പിന്നെ അന്ത്യന്യായവിധി, നിത്യ നഗരം, നരകവും എന്നല്ല നഗരവും തന്നെ, നിത്യനഗരം എന്ന് പറയുന്നത് സ്വർഗീയ യെരൂശലേമാണ്. നഗരത്തിന്റെ മതിലിന്റെ 12 അടിസ്ഥാനം, അത് കുഞ്ഞാടിന്റെ 12 അപ്പോസ്തലന്മാരുടെ 12 പേരുണ്ടെന്ന് പറയുന്നതായ ഭാഗം. പിന്നെ അതിന്റെ കൺക്ലൂഷൻ, ആദ്യത്തെ ദർശനം, 2-ാമത്തെ ദർശനം, 3-ാമത്തെ ദർശനം, 4-ാമത്തെ ദർശനം, അതിന്റെ വ്യാഖ്യാനം, മുഖ്യ സന്ദേശം, ഇത്രയും കാര്യങ്ങളാണ് ഇതിനകത്ത് സൂചിപ്പിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് സംശയങ്ങളുണ്ടെങ്കിൽ ചോദിച്ചാൽ. വെളിപാട് പുസ്തകത്തെ പറ്റി ഞാൻ അധികം പറഞ്ഞില്ല, നിങ്ങൾ ഇത് വായിച്ചു നോക്കിയിട്ട് പറഞ്ഞാൽ മതി. കാരണം വെളിപാട് പുസ്തകം ഇത്തിരി കൺഫ്യൂസിങ്, അതുകൊണ്ട് നമ്മുടെ ലേഖനങ്ങളിലൊക്കെ അധികം പരാമർശിക്കാറില്ല. നിങ്ങൾ എന്തെങ്കിലും സംശയം ചോദിച്ചാൽ മറുപടി പറയാം, ഇല്ലെങ്കിൽ സംശയങ്ങൾക്ക് ശേഷം ഒരാശയം കൂടി പറഞ്ഞ് അവസാനം. സംശയമൊന്നുമില്ലേ? സംശയം ചോദിച്ചേ. യേശുവിന്റെ സഹോദരൻ അൽഫായുടെ മകൻ, അങ്ങനെ രണ്ടായിട്ട് പറഞ്ഞിരിക്കുന്നത് കസിൻസ് ബ്രദറാ. യേശുവിന് ബ്രദറൊന്നും ഇല്ലായിരുന്നു. കാരണം യോഹന്നാനെ ആണല്ലോ അവസാനം കുരിശിൽ നിന്ന് സ്ത്രീ ചെയ്താ നിന്റെ മകൻ എന്ന് പറഞ്ഞ് ഏൽപ്പിക്കുന്നത്. യോഹന്നാനെ ഏൽപ്പിച്ചു. ഈ മറിയത്തിന് വേറെ പിള്ളേരൊക്കെ ഉണ്ടായിരുന്നേ, കർത്താവ് കുരിശിൽ കിടന്ന് അത്ര വിഷമിക്കേണ്ട കാര്യം.
കസിൻ ബ്രദർ എന്നുള്ളതാണ് പറഞ്ഞ ആ, ആശയം മനസ്സിലായത്. ആ, മനസ്സിലായി. ഓക്കെ. അച്ഛാ, ഈ പിന്നെ ഇതിനെ ഈ റിലേറ്റഡ് ആയിട്ട് അല്ലെങ്കിൽ ഈ നമ്മുടെ ഈ പിന്നെ ഈ MMBSന്റെ ടോപ്പിക് ഈ വർഷത്തെ ഈ സുവിശേഷമായിട്ട് അതിനെ ഒരു സംശയം ചോദിച്ചാൽ അച്ഛൻ പറയുമോ? പിന്നെ ഈ പിന്നെ അതിന് പറഞ്ഞ കുഴപ്പമില്ല. പറഞ്ഞു കഴിഞ്ഞാൽ ഈ നമ്മള് വിളിക്കപ്പെട്ടവർക്ക് മാത്രമേ സുവിശേഷം മറ്റുള്ളവരോട് നമ്മൾ പറയാന് എല്ലാവരും ബാധ്യസ്ഥരാണോ, അതോ അതിനുവേണ്ടി സുവിശേഷം ലീവ് ഗോസ്പൽ ആണ്. ലീവ് ഗോസ്പൽ, സുവിശേഷം ജീവിക്കുക. മലയാളത്തിൽ സുവിശേഷത്തിൽ ജീവിക്കുക എന്നല്ല, സുവിശേഷം ജീവിക്കുക എന്നാണ് ലീവ് ഗോസ്പൽ എന്ന് പറഞ്ഞാലേ നമ്മുടെ ജീവിതം സുവിശേഷമായി മാറും. പിന്നെ സുവിശേഷം പറയുന്നതിനകത്ത് തെറ്റൊന്നുമില്ല. ഞാൻ വാൻകൂവറിലുള്ള സമയത്ത് ഞാൻ എല്ലായിടത്തും പറയാറുള്ള കാര്യം, ഒരു ഇറാഖി സ്ത്രീ 3 ദിവസവും നിരുമാതാവിന്റെ സമയത്ത് 3 ദിവസവും ഉപവസിച്ചു പച്ചവെള്ളം പോലും കുടിക്കുന്നില്ല. നമ്മുടെ 3 ദിവസത്തെ വീടുകളിൽ നടത്തിയ പ്രാർത്ഥനായോഗത്തിന് അവർ വന്ന് സംബന്ധിച്ചു. അവർ പക്ഷെ എല്ലാ ദിവസവും ജോലിക്ക് പോകും. ഞാൻ പറയാം, അതാ വലിയ സുവിശേഷം എന്ന് പറയും. ഈ നമ്മളെന്നാ ചെയ്യുന്നത്? നമ്മളൊന്നും ചെയ്യാതെ കർത്താവിനെ പറ്റി മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാം എന്നാണോ? അതിനേക്കാൾ ഉപരി നമ്മൾ നന്നായി ജീവിക്കുക, അതിനുശേഷം മറ്റുള്ളവരോട് ഉപദേശിക്കുക. എപ്പോഴാണ് ഉപദേശിക്കേണ്ടത്? 51 സങ്കീർത്തനം വായിച്ചാൽ മനസ്സിലാകും. നമ്മൾ ഭയങ്കര ഉപദേശക്കാരാണ്, പക്ഷെ 51 സങ്കീർത്തനത്തിൽ വായിക്കുന്നുണ്ട്, കർത്താവെ സ്ഥിരമായ ഒരു ആത്മാവിനെ എന്നിൽ പുതുക്കണമേ, നിർമ്മലമായ ആത്മാവിനെ എനിക്ക് തരണം, എന്റെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുത്തു കളയുകയും അരുതേ. അപ്പോൾ ഞാൻ അതിക്രമക്കാരോട് നിന്റെ വഴികളെ ഉപദേശിക്കും, പാപികൾ നിന്നിലേക്ക് മനംതിരിയും. എപ്പോൾ ഈ 3 കാര്യങ്ങൾ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് അതിൽ വ്യാപരിച്ച് അതിൽ ജീവിച്ചു കഴിയുമ്പോൾ നമുക്ക് പാപികൾ മനംതിരിയും. നമ്മൾ ഈ ഉപദേശിച്ചിട്ടും മനംതിരിയാത്തതിന്റെ കാര്യം എന്നാന്ന് ചോദിച്ചാൽ, ഈ മേളിൽ പറഞ്ഞ 3 സംഭവം നമുക്കില്ല. നമ്മളിപ്പോ ഉപദേശിച്ച് നന്നാക്കിയേക്കാം നമ്മൾ വിചാരം. അതുകൊണ്ട് അങ്ങനെയല്ല, അതിനേക്കാൾ ഉപരി ഈ ജീവിക്കുക, അതിനുശേഷം ഉപദേശിക്കുക. ഉപദേശിക്കുന്ന തെറ്റൊന്നുമില്ല, ഒരു തെറ്റുമില്ല. ആന്റിയുടെ ഉത്തരത്തിലേക്ക് ഞാൻ വരുക, ഒരു തെറ്റുമില്ല. ബട്ട് ബിഫോർ മേക്ക് ഷുവർ യു ആർ ലിവിങ് ഗോസ്പൽ. കിട്ടിയോ ആന്റി? അല്ല, അച്ഛാ, നമ്മള് പറയത്തില്ലേ, അല്ല ആന്നോ, അത് നമ്മളിൽ തന്നെ പരിവർത്തനം വരുത്തുകയും നമ്മൾ ഒരു സുവിശേഷമായി ആകുകയും ചെയ്തിട്ട് നമ്മൾ പറയണമെന്നാണെങ്കിൽ ആന്നു. അപ്പോഴും നമ്മള് ഈ എന്താ പറയുന്നത്, യേശുക്രിസ്തു നമുക്ക് വേണ്ടി രക്ഷകനായിട്ടുണ്ടെന്നുള്ള കാര്യങ്ങൾ നമ്മൾ മറ്റുള്ളവരോട് പറയുന്നത് നമുക്ക് പറഞ്ഞു കൊടുക്കുന്നതിന് തെറ്റില്ല. സഭയായിട്ടൊരു സിസ്റ്റം ഉണ്ടാക്കുന്നതിനേക്കാൾ ഉപരി ആന്റിയും ഞാനും നമ്മള് ജീവിക്കുന്ന ഇടങ്ങളിൽ അത് പറഞ്ഞു കൊടുക്കുക. അപ്പൊ അവര് നമ്മുടെ തടിക്ക് തട്ട് തരരുത്, അത്രേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. ഞാൻ അച്ഛൻ പോയി അവരെ പറഞ്ഞ് നീ ആദ്യം ജീവിക്കടാ, അത് കഴിഞ്ഞിട്ട് എന്നോട് ഉപദേശിക്കാൻ പറയരുത്. അതുകൊണ്ട് ഞാൻ 51 സങ്കീർത്തനത്തിൽ നിന്നൊക്കെ എടുത്ത് പറഞ്ഞ്. അപ്പൊ എല്ലായിടത്തും നമുക്ക് വി ക്യാൻ സ്പ്രെഡ് ദ ഗോസ്പൽ, ദ മെസ്സേജ് ഓഫ് ഗോസ്പൽ ആൻഡ് എവരിവെയർ. നമുക്ക് ഒരു കോൺഫിഡൻസ് വേണം നമ്മളത് ജീവിക്കുന്നു. നമ്മളതിൽ പറയാൻ ശ്രമിക്കുമ്പോൾ നമ്മൾ പരാജയപ്പെട്ടു പോകുന്നതിന്റെ കാരണം പരിശുദ്ധാത്മ നിറവിലല്ലാതെ ജീവിക്കുന്നത് കൊണ്ടുള്ള പ്രശ്നം. അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ആവശ്യമില്ലെന്നേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. നിങ്ങൾ യഥാർത്ഥമായി ജീവിക്കുന്നു, നമ്മൾ അതിന്റെ നിറവിലാണെങ്കിൽ നമ്മൾ മറ്റുള്ളവരോട് പറയുന്നത് തെറ്റൊന്നുമില്ല, ഒരു തെറ്റുമില്ല. തന്നെ അത് സ്പോണ്ടേനിയസ് ആയിട്ട് വന്നോളും, അത് കവിഞ്ഞൊഴുകിക്കോളും, കുഴപ്പമില്ല. അതിനുവേണ്ടി നമ്മൾ വലിയ 5 അല്ലെങ്കിൽ പാംലെറ്റ് എല്ലാം അടിച്ച് പുറകെ നടക്കേണ്ട കാര്യമൊന്നും, ചുമ്മാ മണ്ടത്തരമായി കാണിക്കും. ഓക്കെ, അതവിടെ ഈ പ്രശ്നം. നമ്മുടെ ജീവിതത്തിൽ യേശുക്രിസ്തു എന്ത് പാംലെറ്റ് അടിച്ചു? ഒന്നുമില്ല, അവൻ ജീവിച്ചു കാണിച്ചു. ആ ചെറിയ സമൂഹം, അതിൽ നിന്നാ പിന്നെ ഇത്രയും വർഷം കൊണ്ട് ഇത്രയും വളർന്നു വന്നത് എന്ന് പറഞ്ഞാൽ അതേ ആശയം തന്നെ നമുക്ക് ജീവിക്കാൻ സാധിക്കുക എന്നുള്ള ഫസ്റ്റ്. മനസ്സാന്തരപ്പെട്ട് ജീവിക്കുമ്പോൾ സ്പോണ്ടേനിയസ് ആയിട്ട് അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്തോളൂ, കുഴപ്പമില്ല. പിന്നെ പാംലെറ്റ് ഒക്കെ അടിക്കുന്ന കുഴപ്പമൊന്നുമില്ല, കൊടുക്കാൻ പറ്റുമെങ്കിൽ കൊടുക്കുക.
വേറെ ചോദ്യം ഇന്നത്തെ നമ്മൾ പഠിച്ചതിന് അനുബന്ധിച്ചുള്ളതാണെങ്കിൽ ഈ ചോദ്യം ആൻസർ ചെയ്തായിരുന്നു. ഒരു ചാറ്റിൽ ഒരെണ്ണമുണ്ട്. The I Revelation, didn't see anything. I'm sorry. the chat is Revelation is the only New Testament book not read in the Orthodox Church. How come? എന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. Not, what is the last word? Not read in the Orthodox Church. How come? വായിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഈ ഒന്നാമത്തെ വിഷയം എസ്കറ്റോളജി, സെക്കൻഡ് കമ്മിങ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ഈ ചോദ്യം മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായത്തിലും ലൂക്കോസിന്റെ സുവിശേഷം 22-ാം അധ്യായത്തിലും ഒക്കെ ഈ ശിഷ്യന്മാര് കർത്താവിനോട് ചോദിച്ചത്. അപ്പം അത് ചോദിച്ച സമയത്ത് കർത്താവ് പറഞ്ഞു, ആ നാളും നാഴികയും സംബന്ധിച്ച് സ്വർഗത്തിലെ മാലാഖമാരോ പുത്രനും കൂടെയോ അറിയുന്നില്ല. ആര് മാത്രമേ അറിയുന്നുള്ളൂ? പിതാവ് മാത്രമേ അറിയുന്നുള്ളൂ. അപ്പൊ പിതാവ് മാത്രം അറിയുന്ന ഒരു നാളും നാഴികയും, നമ്മൾ ഈ വെളിപാട് പുസ്തകത്തിൽ നിന്ന് പഠിപ്പിക്കാൻ പോകുന്ന മില്ലനിയം, റാപ്ചർ, ദാനിയേലിന്റെ പുസ്തകത്തിലെ ഒരു കാലം, ഇരുകാലം, അതെല്ലാം എടുത്ത് ഇവിടെ കൊണ്ട് കണക്ട് ചെയ്തിട്ട് ഇത് രാവിലോട്ട് പോയിട്ട് വരെ നമ്മൾ പഠിച്ചുകൊണ്ട് 666 ഒരു സോഡായയില് 3 വര കണ്ടു, അത് 666, WWW എന്ന് കണ്ടു 666, എല്ലാം അത് പറയുക, പേടിപ്പിക്കുക. ഈ പരിപാടി നമുക്കില്ല. ബിക്കോസ് യേശുക്രിസ്തു പോലും അറിയാത്തൊരു കാര്യമാണ് ന്യായവിധിയുടെ ദിവസം ഏതാണെന്ന്. അതറിയാത്ത എന്ന് കർത്താവ് തന്നെ പറഞ്ഞിരിക്കുന്നിടത്ത് നമ്മൾ ഇനിയും ബഹളം വെച്ച് കുറെ കാര്യങ്ങളെല്ലാം പഠിച്ചേച്ച്. ഒന്നാമത് ഈ വെളിപാട് ദിവസം ലേറ്റർ ഓൺ ആഡ് ചെയ്യപ്പെട്ടതാ ക്യാനന്റെ അകത്ത്. അത് ലേറ്റർ ഓൺ കയറി വന്ന ഒരു കാര്യം. അതിനകത്ത് ഒത്തിരി കൺഫ്യൂഷൻസ് ഉണ്ട്. അപ്പൊ അതെല്ലാം അതുകൊണ്ട് അതിൽ നിന്നെടുത്ത് വായിക്കാത്തതിന്റെ കാരണം, ഒരു ഉദാഹരണം കൂടെ പറയാം. അതിനകത്തൊരു മഞ്ഞക്കുതിരയുടെ വിജയം കാണുന്നു. മഞ്ഞക്കുതിരമേൽ അവൻ വരും എന്നൊക്കെ കാണുന്നു, മഞ്ഞക്കുതിര. എന്നിട്ട് ഞാനിപ്പോ അവിടെ നിന്ന് പ്രസംഗിക്കും, ഇത് നമ്മുടെ നാട്ടിലെ SNDP-കാരുടെ വളർച്ചയെ പറ്റിയാണ് ആണെന്ന് ഞാൻ പറഞ്ഞ 10 SNDP-കാർ വിശ്വസിക്കും. മനസ്സിലായോ? അപ്പൊ അതിന് സാധ്യതകളുണ്ട് ധാരാളം. അതുകൊണ്ട് അങ്ങനെ മിസ്ഇൻറ്റർപ്രറ്റ് ചെയ്യാനായിട്ടുള്ള സാധ്യതകൾ ഉള്ളത് കൊണ്ടാണ് അധികം ഉപയോഗിക്കാത്തത്. കാരണം രണ്ടാമത്തെ വരവാണ് എസ്കറ്റോളജിയും അപ്പോക്കലിപ്സും ഒക്കെയാണ് അതിനകത്തെ വിഷയം. യേശുക്രിസ്തു അത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ അത് ഓർത്ത് വിഷമിക്കുമെന്നും വേണ്ട. സമയം ആർ യു റെഡി ടു ഗോ നൗ എന്നുള്ളത് മാത്രം അതുകൊണ്ട് കുറിയലായിസോ ലോർഡ് ഹാവ് മേഴ്സി അപ്പോൺ മി എ സിന്നർ എന്ന് പ്രാർത്ഥിച്ച് എപ്പോഴും നമ്മൾ ഒരുക്കത്തോടു കൂടി ഇരിക്കുക എന്ന സഭ പഠിപ്പിക്കുന്നു. നോയമ്പ് ഉപവാസവും. ഇപ്പം നമ്മൾ ഈ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ 8:56 കർത്താവ് വന്നാൽ ആർ യു റെഡി ടു ഗോ ഫൈൻഡ് ദി ആൻസർ ഓഫ് ദാറ്റ് ക്വസ്റ്റ്യൻ. വെളിപാട് പുസ്തകം എടുത്ത് വ്യാഖ്യാനിക്കാന്ന് പറഞ്ഞാൽ ഒത്തിരി മണ്ടത്തരങ്ങളൊക്കെ അതിനകത്തുണ്ടാകും. അതുകൊണ്ടാണ് എടുത്ത് വ്യാഖ്യാനിക്കാത്തത്. സിറിയൻ ക്രിസ്ത്യൻസിന്റെ ഒക്കെ റെവലേഷൻസ് സിറിയൻ ക്രിസ്ത്യൻസിന്റെ ഒക്കെ കാനനൈസ് ചെയ്തിട്ടുണ്ടോ? ഉണ്ട്. അതിനകത്തുണ്ട്. പക്ഷെ അതിനോട്ടുള്ള അപ്രോച്ച് നമ്മൾ ഒരു ഇച്ചിരി ജെന്റ്ലി ആണ് നമ്മൾ അപ്രോച്ച് ചെയ്യുന്നത് എന്നുള്ളതേ ഉള്ളൂ. നമ്മൾ ഈവൻ നമ്മുടെ ലക്ഷണറിക്കകത്ത് വായിക്കുന്ന 2-3 അവസരങ്ങളോ മാത്രമേ ഉള്ളൂ. യെസ്, ദാറ്റ് ഈസ് ദെയർ. Okay. But there's a recent trend to have too much emphasis on the book of Revelation. So where did it start? Or after the Reformation, I can answer you. After the Reformation, they have got an idea that eschatology and apocalypse, they connected all these things with the book of Daniel, and they tried to do something. Even rapture എന്ന് തന്നെ പറയുമ്പോൾ ഈ റിഫോർമേഷൻ നടത്തുന്നവരുടെ ഇടയ്ക്കുള്ള ഒരു സംഭവം, 2 പ്രാവശ്യം കർത്താവ് വരുമെന്ന് അവർ പറയുന്നത്. ഇതിനകത്തൊരു മണ്ടത്തരം പറഞ്ഞില്ല. ഇനിയും കർത്താവ് 2 പ്രാവശ്യം വരും. ഒന്ന് മണവാട്ടി സഭയെ കൊണ്ടുപോകാൻ, അതായത് രക്ഷിക്കപ്പെട്ടവരെ എല്ലാം കൊണ്ടുപോകും. ഓർത്തഡോക്സുകാരും കത്തോലിക്കരും എല്ലാം അവിടെ ഇരിക്കും, രക്ഷിക്കപ്പെട്ടവർ മാത്രം അങ്ങ് പോകും. അപ്പൊ പിന്നെ ട്രിബുലേഷനാണ്. നമ്മള് ഭയങ്കര ചാകാത്ത പുഴുവും കിടാത്ത തീക്കാത്തൂടെ ഒക്കെ പോകും. അതിനുശേഷം അപ്പം ആ ട്രിബുലേഷന്റെ സമയത്ത് പിന്നെ ഇവര് തമ്മിൽ ഒരു ആശയവൈരുദ്ധ്യമുണ്ട്. ഈ റിഫോർമേഷൻകാർ തമ്മിൽ ആശയവൈരുദ്ധ്യം എന്ന് പറയുന്നത്, എഗെയിൻ ആ തേർഡ് കമ്മിങ് എന്ന് പറയുന്ന ഒരു കാര്യം
അതായത് ആന്റി ക്രൈസ്റ്റ് വരുന്നു, ആന്റി ക്രൈസ്റ്റിനെ ചക്കിടുന്നു, അതിനുശേഷമായി ട്രിബുലേഷൻ നടക്കുന്നത്. അതിനുശേഷം 1000 ആണ്ട് വാഴ്ചയാണ്, കർത്താവിന്റെ 1000 ആണ്ട് വാഴ്ച. അപ്പം ഇതിനിടയ്ക്ക് ആന്റി ക്രൈസ്റ്റിനെ 7 വർഷം, അതിൽ 3.5 വർഷം ആകുമ്പോൾ വരുമെന്ന് പറയുന്നു. 7 വർഷം തുടങ്ങുമ്പോൾ തന്നെ വരുമെന്ന് പറയുന്നു. 7 വർഷം അവസാനിക്കുമ്പോൾ, അതായത് പ്രീ ട്രിബുലേഷൻ, മിഡ് ട്രിബുലേഷൻ, പോസ്റ്റ് ട്രിബുലേഷൻ. ഈ സമയത്ത് എപ്പോഴും അവർ തമ്മിലുള്ള ആശയവൈരുദ്ധ്യം ഞാനീ പറയുന്നത്. ഇത് സഭയുടെ പഠിപ്പിക്കലല്ല. ഈ റിഫോർമേഷൻ ആശയങ്ങൾ റാപ്ചർ പറയുന്നവരെ പറ്റി തന്നെയുള്ള ആശയം. ഇടയ്ക്ക് എപ്പോഴേലും ആയിരിക്കും കർത്താവിന്റെ വരവ്, പിന്നാണ് മില്ലേനിയം എന്നൊക്കെ പറഞ്ഞ് അവർ തമ്മിൽ തന്നെ ഇതിനകത്തൊരു ധാരണ ഐക്യമൊന്നുമില്ല. അതങ്ങനെ വരുള്ളൂ. ഒരുപാട് ദിവസം ഒത്തിരി വ്യാഖ്യാനിക്കാൻ പോയി അങ്ങനെയൊക്കെ തന്നെ വരത്തുള്ളൂ. അതുകൊണ്ട് നമ്മൾ അവിടെ മിണ്ടാതിരിക്കുകയും കർത്താവിന്റെ അതുകൊണ്ടാണ് വിശ്വാസ പ്രമാണത്തിൽ നമ്മൾ ചൊല്ലുന്നത്, പിതാവിന്റെ വലതുഭാഗത്തിരിക്കുന്നവനും ജീവനുള്ളവരെയും മരിച്ചവരെയും വിധിപ്പാൻ തന്റെ വലിയ മഹത്വത്തോടെ ഇനിയും വരുവാനും ഇതാണ് എന്ന് പറഞ്ഞാൽ ഇന്ന് വരാം, നാളെ വരാം, എപ്പം വേണേലും വരാം. നമ്മളതിനെ വ്യാഖ്യാനിക്കാറില്ല. അല്ല, ഈ ഒരു കാര്യമുണ്ട്. അവരുടെ പഠിപ്പീര് ഈ പ്രൊട്ടസ്റ്റന്റ് വിഭാഗം പഠിപ്പിക്കുന്നത് കർത്താവിനൊരു രഹസ്യ വരവില് ഈ വിജാതീയര്, നമ്മളൊക്കെ വിജാതീയരിൽ നിന്ന് പിന്നെ ക്രിസ്തീയ വിശ്വാസത്തിലോട്ട് വന്നവരെ ചേർക്കാനും, പിന്നെ യേശുവിന്റെ മഹത്വമായിട്ടുള്ള ഒരു വരവിലാണ് യഹൂദൻ ജാതികളെ ചേർക്കാനായിട്ടും വരുന്നത്. അത് അങ്ങനെ 2 വരവിലാണ് നമ്മൾ ചേർക്കപ്പെടുന്നതെന്നാണ് ഇവർ അത് പബ്ലിഷ് ചെയ്ത് പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ. വിജാതീയരിൽ നിന്ന് ഇങ്ങോട്ട് വന്നെന്നൊക്കെ അത് ചുമ്മാ പറയുന്ന. രക്ഷിക്കപ്പെട്ടവരെന്നാ പറയുന്നത്. രക്ഷിക്കപ്പെട്ടവരെന്ന് പറഞ്ഞാൽ മാമോദിസ മുങ്ങി കർത്താവേ സ്തോത്രം ഹല്ലേലൂയ ഒക്കെ പറയുന്നു. അച്ഛനൊക്കെ എന്നെ സമാധാനിപ്പിക്കാൻ പറഞ്ഞാണ്. എനിക്ക് കൃത്യമായിട്ട് കാര്യങ്ങളൊക്കെ അറിയാം. അതായത് അച്ഛനും ആന്റിയും നമ്മളെല്ലാരും ആന്റിയും നമ്മളും ദിവ്യബോധനം പഠിക്കുന്നവരും എല്ലാം ഇവിടെ ചാകാത്ത മുഴുവൻ കിട്ടാത്തതയും പല്ലുകടിയും ഒക്കെ ആയിരിക്കും എന്നാണ് പറയുന്നത്. രക്ഷിക്കപ്പെടാത്തത് കൊണ്ട് കേട്ടോ. അപ്പൊ ഇങ്ങനെയുള്ള അവര് പറയുന്ന ഈ രഹസ്യ വരവ് എന്ന് പറഞ്ഞ അങ്ങനെ ഒരു വരവാണ്. അത് രക്ഷിക്കപ്പെട്ടവരെ കൊണ്ടുപോകാനാണ് രഹസ്യ വരവ്. ബാക്കിയുള്ളവരെല്ലാം ഇവിടെ കിടക്കും. അത് കഴിഞ്ഞ് പിന്നെ മഹത്വ വരവ് എന്നൊക്കെയാണ് ഈ പറയുന്നത്. അതിനൊന്നും നമ്മൾ തലവേദന എടുക്കാൻ പോകേണ്ട കാര്യമില്ല. പിന്നെ അതല്ല ഇത്. അപ്പൊ ഈ വെളിപാടിനകത്ത് ഇതൊക്കെ പറയുന്നുണ്ടല്ലോ, എന്താ ഈ പുതു യെരൂശലേമിന്റെ കാര്യങ്ങൾ, അത് നമുക്ക് പഠിക്കേണ്ടതായിട്ടില്ല. അതിനകത്ത് വെളിപാട് ദിവസത്തിൽ പറയുന്നത് അവിടെ മേളിലത്തെ സ്വർഗത്തിന്റെ അതില് 21:14 പറയുന്ന സ്വർഗീയ യെരൂശലേമിന് 12 അടിസ്ഥാനവും കുഞ്ഞാടിന്റെ 12 അപ്പോസ്തലന്മാരുടെ 12 പേരുണ്ട്. വിശുദ്ധന്മാർ 8-ാം അധ്യായം 4-ാം വാക്യം, വിശുദ്ധന്മാരുടെ പ്രാർത്ഥന ധൂപവർഗത്തിന്റെ പുകയോടുകൂടി ദൂതന്റെ കയ്യിൽ ദൈവസന്നിധിയിലേക്ക് കയറി. വിശുദ്ധന്മാരുണ്ട്, ധൂപവർഗമുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്, സ്വർണ്ണ ധൂപകലശം ഉണ്ടെന്നൊക്കെയാ പറയുന്നത്. അപ്പൊ അതെല്ലാം നമ്മുടെ ആരാധനയുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന. ഇതേതെങ്കിലും പെന്തിക്കോസ്തുകാർ പറയുന്നത് കേട്ടിട്ടുണ്ടോ എവിടെ? അല്ല, നമ്മൾ ഈ പാട്ടിനകത്തൊക്കെ പാട്ടതില് പുത്തൻ യെരൂശലേമിനെ കുറിച്ച് പാടുമല്ല. അതെ, അത് കുഴപ്പമൊന്നുമില്ല പാട്ടുന്ന. എല്ലാവരും എഴുതിയ പാട്ട്. പക്ഷെ ഇതും കൂടെ പറയണം. സ്വർണ്ണ ധൂപകലശമുണ്ട്, ധൂപ്രാർത്ഥനയുണ്ട്, വിശുദ്ധന്മാരുടെ പ്രാർത്ഥനയുണ്ട്, ദൈവസന്നിധിയിലേക്ക് വരുന്നുണ്ടെന്നൊക്കെ അവരോട് പറഞ്ഞാൽ. ഓക്കെ, വേറെ ചോദ്യങ്ങൾ? I had one question. Yes, please. The Epistle of James, which James wrote that? I thought I understood that it was James, son of Zebedee. That was I already said. Sorry, I missed that. Oh, okay. That's the son of Alphaeus എന്നാ പറയുന്നത്. അൽഫയുടെ മകനായ യാക്കോബ് എന്നാണ് പറയുന്നത്. He is considered as the brother. That means cousin brother of Jesus Christ. നമ്മള് സെയിന്റ് മാർക്ക് വായിക്കുന്ന സമയത്ത് അതിനകത്ത് ഇവൻ യാക്കോബ്, യോസെ, യൂദ, ശീമോൻ എന്നിവരുടെ സഹോദരനായ തച്ചനല്ലയോ, ഇവന്റെ സഹോദരിമാര് നമ്മുടെ ഇടയിൽ നിൽപ്പുണ്ടല്ലോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പൊ ഈ ജൂഡ് തഡേവൂസ് ആൻഡ് ഈ ജെയിംസ് ഇവരെല്ലാവരും അവര് സഹോദരന്മാരാണെന്നാണ് പറയുന്നത്. അനദർ ജെയിംസ് ഇസ് ദെയർ, ജെയിംസ് ദ ഗ്രേറ്റ് എന്നറിയപ്പെടുന്നത്. So which one wrote the book of James? James, the brother of Christ. He was already martyred. The brother of John, സബദി മക്കളിൽ ഒരുവനായിരിക്കുന്ന യാക്കോബ്. Acts of Apostles chapter number 12 നമ്മൾ വായിക്കുമ്പോൾ യോഹന്നാന്റെ സഹോദരനായിരിക്കുന്ന യാക്കോബിനെ അവർ വാൾ കൊണ്ട് കൊന്നു.
അത് അവർക്ക് യഹൂദന്മാർക്ക് ഇഷ്ടമായെന്ന് Lesson കരുതി 5. Yeah. Lesson 5. 12. Lesson 12. Mhm. Acts of Apostles, chapter 12. Yeah. Acts of Apostles, chapter 12 refers James, brother of John, they known as Zebedee, the sons of Zebedee. അപ്പം അവരെ പറ്റി പറയുന്ന കാര്യമാണത്. ആ യാക്കോബാണ്. പിന്നീട് ഈ കർത്താവിന്റെ സഹോദരനായിരിക്കുന്ന ജെയിംസ് ദ ലെസർ, അദ്ദേഹമാണ് Yeah. പിന്നീട് ജെറുസലേം സിനഡ്, ആക്ട്സ് ഓഫ് അപ്പോസ്റ്റൽസ് ചാപ്റ്റർ 15, ജെറുസലേം സിനഡ് പ്രിസൈഡ് ചെയ്യുന്നത്, ചെയർ ചെയ്യുന്നത്. പിന്നീട് ഈ യാക്കോബിന്റെ തക്സ എഴുതുന്നതൊക്കെ ആ യാക്കോബാണ്. ആ യാക്കോബിന്റെ തന്നെയാണ് ഈ ലേഖനം. Okay. അതെനിക്ക് ക്ലിയർ അല്ലായിരുന്നു. അതാണ് ചോദിച്ചത്. I wasn't sure. കാരണം one, the greater was AD 44, and that's not the years. Died in AD 44, was assassinated in AD 44, and this book had not yet been written. So, yeah, and I assumed it was the greater, James the Greater, that wrote it. So it's No, James the Lesser. that makes sense. Okay, thank you. Any other questions, please? എഴുതി ചോദിച്ചിട്ടുണ്ടെങ്കിൽ വായിക്കണം, ഞാൻ കാണുന്നില്ല കൃത്യമായിട്ട്. ഞാൻ ഇന്ന് ഇച്ചിരി ടയർഡായിരുന്നു. ഇന്നലെ രാത്രിയിൽ ഞാൻ നമ്മുടെ ഷിക്കാഗോയിൽ നിന്ന് രാത്രി ഡ്രൈവ് ചെയ്ത് 1 മണിയൊക്കെ ആയി വന്ന് പിന്നെ കുർബാന കഴിഞ്ഞ് പ്രാർത്ഥനയും ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നമ്മുടെ POCയുടെ ക്ലാസ്സിൽ ഒന്ന് കയറി, അതും കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ ക്ലാസ് എടുക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഇച്ചിരി ടയർഡായിരുന്നു. പറഞ്ഞ ആശയങ്ങളുടെ ഒക്കെ അവതരണ ശൈലിയിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ദയവായിട്ട് ക്ഷമിക്കണം. You have more questions, please feel free to write to me. Yeah, no more വേറെ questions, Sachin, in the chat. വേറെ ഇല്ല. നമുക്കെന്നാ പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാം. ശുദ്ധമുള്ള ഭാവ, ശുദ്ധമുള്ള തിരുനാമത്താൽ ഞങ്ങൾ നീ കാത്തുകൊള്ളണം. രക്ഷിതാവായ ഉത്തരാജ് നമ്മൾ ശ്രീഭായ ഞങ്ങൾ മറച്ചു. ശുദ്ധമുള്ള റോഹ, ശുദ്ധമുള്ളതിനെ കൂടി പിന്നെ ഫലങ്ങളായി ശംസിച്ചുകൊള്ളണം. ദൈവമായ ഭർത്താവ് നേരത്തിനും കാലമൊക്കെ ആ സമയത്ത് വന്നേക്കും ദൈവത്തിന്റെ ഞങ്ങൾ മറച്ചുകൊള്ളണം. പിതൃത്വ ശുദ്ധാത്മാവാൻ ദൈവം സംസർവവാസം കൂട്ടായ്മ ഞങ്ങളെല്ലാവരുടെ മേൽ ദൈവോധനത്തിന്റെ എല്ലാ പഠിതാക്കളോടും സദാ വർദ്ധിച്ചിരിക്കുമാറാകണമേ. Thank you everyone. Good night. Thank you, Acha. Thank you. Good night.